ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 12.5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന എസ്എ ക്വസ്റ്റ്യൻ ആണ്. Based on decided case laws, define what is state under Article 12 of the Constitution. Article 12 ആണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് 15 ഹെഡ്സിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1954 മുതൽ 2011 വരെയുള്ള ഡിഫറെൻറ്റ് കേസ് ലോസിലൂടെ ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം ഈ സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് വരാൻ തുടങ്ങി. കാരണം കൂടുതൽ ഓർഗനൈസേഷൻസും കമ്പനീസും സൊസൈറ്റീസും എല്ലാം ഈ സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ്റെ ആംബിറ്റിൽ പരിധിയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ജുഡീഷ്യറി സ്റ്റേറ്റ് ആണോ അല്ലയോ, പിന്നെ some authorities which are under the control of India, control of government of India but not within the territory of India, like BCCI, അത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരുമോ, പ്രൈവറ്റ് കമ്പനീസ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരുമോ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ആദ്യം ആർട്ടിക്കിൾ 12 എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 12 പറയുന്നത്, ആർട്ടിക്കിൾ 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ second bullet point, Article 12 of the Constitution defines state to include government and parliament of India. അതായത് ആദ്യം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരും, പിന്നെ ഇന്ത്യൻ പാർലമെന്റ് വരും. ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചേഴ്സും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരും. പിന്നെ പറഞ്ഞിരിക്കുന്ന ഓൾ ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസ് എന്താന്നുള്ളത് സെക്ഷൻ 331 ഓഫ് ജനറൽ ക്ലോസസ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ലോക്കൽ അതോറിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനിസിപ്പൽ കമ്മിറ്റി, district board, body of board commissioners or other authority legally entitled to or entrusted by the government with the control or management of a municipal or local fund. അപ്പൊ അതിൽ കാര്യമായിട്ട് വരുന്ന നമ്മുടെ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതെല്ലാം ഈ ലോക്കൽ അതോറിറ്റീസ് എന്നുള്ള ഹെഡിന്റെ അകത്ത് വരും. പക്ഷെ എഴുതുമ്പോൾ സെക്ഷൻ 331 ജനറൽ ക്ലോസസ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലോക്കൽ അതോറിറ്റി എന്താന്നുള്ളത് എഴുതിയാൽ മതി. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ, ഒരു സ്കോപ്പ് ഇല്ല. അപ്പൊ ഇനി അടുത്ത പറയുന്നത് ആൻഡ് അതർ അതോറിറ്റീസ് എന്നാണ്. ആ അതർ അതോറിറ്റീസ് ആണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഈ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ. ബാക്കിയെല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് എന്താണെന്ന് അറിയാം, പാർലമെന്റ് എന്താ അറിയാം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് എന്താണെന്ന് അറിയാം, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണെന്ന് അറിയാം, ലോക്കൽ അതോറിറ്റീസ് ജനറൽ ക്ലോസസ് ആക്ട് 331 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് എക്സ്പ്രഷൻ അണ്ടർ ആർട്ടിക്കിൾ 12 ഇസ് അതർ അതോറിറ്റീസ്. ഈ അതർ അതോറിറ്റീസ് എന്താന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. അപ്പം now it is left to the courts. Now it is for the courts to interpret this term other authorities, and it is clear that ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, the wider this term is interpreted, എന്തുമാത്രം ഈ അതർ അതോറിറ്റീസ് വൈഡർ ആവുന്നു അത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആംബിറ്റ് കൂടെ വലുതാവും. കാരണം സെക്ഷൻ 13 പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ലോ വിച്ച് വയലേറ്റ്സ് ഓർ ടേക്സ് അവേ ഓർ അബ്രിഡ്ജസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ്. അപ്പൊ ആരാണ് ഈ സ്റ്റേറ്റ്? അപ്പൊ അതർ അതോറിറ്റീസിന്റെ പരിധി എന്തുമാത്രം വൈഡർ ആവുന്നു അത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആംബിറ്റ് കൂടെ വലുതാവും. സോ ദ അതർ അതോറിറ്റീസ് ഇസ് എ വെരി സിഗ്നിഫിക്കന്റ് ടേം. സോ ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ത്രൂ വേരിയസ് കേസ് ലോസ് ബൈ ദ ജുഡീഷ്യറി. ഇനി let us start with in 1954. 1954 യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായി കേസിൽ ഇത് മദ്രാസ് ഹൈക്കോർട്ടാണ് ഡിസൈഡ് ചെയ്തത്. മദ്രാസ് ഹൈക്കോർട്ട് അതർ അതോറിറ്റീസ് മസ്റ്റ് ബി കൺസ്ട്രൂഡ് ആസ് എജുസ്റ്റം ജനറിസ് വിത്ത് ദ ഗവൺമെന്റ് ഓർ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു. സോ വാട്ട് ദേ ഹാവ് യൂസ്ഡ് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് എജുസ്റ്റം ജനറിസ്. അപ്പൊ ഈ എജുസ്റ്റം ജനറിസ് എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എജുസ്റ്റം ജനറിസ് സിമ്പിൾ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ, സപ്പോസ് ഐ എം ടെല്ലിങ് യു കാർ കോമ ബസ് കോമ ട്രെയിൻ കോമ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what you will fill in the gap, in the blank, what are you going to fill in? See, you will fill in something that is related to some vehicle you are going to fill in. Car, bus, train, ഇല്ല, ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ പേരല്ലേ അവിടെ എഴുതുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് എജുസ്റ്റം ജനറിസ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിൾ കോമ ഓറഞ്ച് കോമ മാംഗോ കോമ ഡാഷ്. അപ്പൊ ഡാഷില് എന്താ ഫിൽ ചെയ്യുക? സം ഫ്രൂട്ട്.
That is the principle of existing generis. അതായത് മുമ്പ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം അല്ലേ ആ ബ്ലാങ്കിൽ ഇടുള്ളൂ. അപ്പം നമ്മൾ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആർട്ടിക്കിൾ 12 വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സേസ് ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ്, പാർലമെന്റ്, state government, legislatures of all states, local authorities, and other authorities. So this other must be defined in a like manner to whatever has been already defined. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സിസ്റ്റിംഗ് ജനറീസ്. ഈ ഓൾറെഡി ഡിഫൈൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഗവൺമെന്റൽ അല്ലെങ്കിൽ സോവറിൻ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന അതോറിറ്റീസ് ആണ്. അപ്പൊ ദീസ് അതർ അതോറിറ്റീസ് ഓൾസോ ഷുഡ് ബി സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് വിച്ച് ഈസ് പെർഫോമിംഗ് ഗവൺമെന്റൽ ഓർ സോവറിൻ ഫങ്ഷൻസ്. ഇതൊരു വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് മദ്രാസ് ഹൈക്കോടതി കൊടുത്തത്. കാരണം other authorities means it should be in like manner to that what has already been defined. So construed could mean other authorities could only mean those authorities which are performing governmental functions or sovereign functions. Governmental functions sovereign functions perform ചെയ്യാത്ത ഒരു അതോറിറ്റിയും ഈ അതർ അതോറിറ്റീസിന്റെ ആംബിറ്റിൽ പരിധിയിൽ വരില്ല എന്നാണ് അതിൽ മദ്രാസ് ഹൈക്കോടതി എടുത്ത ഡിസിഷൻ. ദീസ് വേർഡ്സ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് പേഴ്സൺസ്. ഈ അതർ അതോറിറ്റീസിൽ പേഴ്സൺസ് വരില്ല. അത് നാച്ചുറൽ ആണെങ്കിലും ശരി, ജൂറിസ്റ്റിക് ആണെങ്കിലും ശരി. who could not be regarded as instrumentalities of the government. ഗവൺമെന്റിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉപകരണം. ഗവൺമെന്റിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റിയിൽ വരാത്ത ഒരു ഗവൺമെന്റിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റി ആയിട്ട് റിഗാർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ആരെ പേഴ്സൺസിന്, വെദർ they are natural or juristic. ഇതില് ആക്ച്വലി കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു മദ്രാസ് യൂണിവേഴ്സിറ്റി ആക്ട് 1923, അതൊരു സ്റ്റാറ്റ്യൂട്ട് ആണല്ലോ, അതുവഴി ഒരു ബോഡി കോർപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. അപ്പൊ ഇത് സ്റ്റേറ്റ് എയ്ഡഡ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് എയ്ഡഡ് ആണെങ്കിൽ കൂടെ ഇറ്റ് വാസ് നോട്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് അല്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അപ്പം ഇതിൽ കോർട്ട് ഡിസൈഡ് ചെയ്തു ഇറ്റ് വിൽ നോട്ട് കം വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 12. അപ്പം കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വിൽ നോട്ട് കം അണ്ടർ ദ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 12. അപ്പം ഈ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ഇവിടെ കോർട്ട് ഇന്റർപ്രറ്റ് ചെയ്ത ഒരു വളരെ റെസ്ട്രിക്റ്റഡ് സെൻസിൽ. അത് കോർട്ട് പറഞ്ഞു ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് ഇസ് എൻ എക്സോസ്റ്റീവ് വൺ and confined to the authorities those which are of like nature. അപ്പൊ അതൊരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. ഇതിലേക്ക് ഇനി കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ, ഇതിനൊരു വൈഡർ ഇന്റർപ്രിട്ടേഷൻ അവർ കൊടുത്തില്ല. മുമ്പ് എന്താണോ പറഞ്ഞത് അതേ ഫങ്ഷൻസ്, അതായത് ഗവൺമെന്റൽ ഫങ്ഷൻസ് സോവറിൻ ഫങ്ഷൻസും ചെയ്യുന്ന അതോറിറ്റീസിനെ മാത്രമേ അതർ അതോറിറ്റീസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമേ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരുള്ളൂ. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വരുന്നില്ല. ബിക്കോസ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഇസ് നോട്ട് പെർഫോമിംഗ് എനി സോവറിൻ ഫങ്ഷൻ ഓർ ഗവൺമെന്റൽ ഫങ്ഷൻ. സോ decision is University of Madras is not a state. ഇതാണ് ആദ്യത്തെ കേസ് വന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായി 1954. ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. now we are in 1962 ഉജ്ജംബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപിയില് ഇത്ര എഴുതിയാൽ മതി. അതില് ആദ്യത്തതിൽ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറിസ് വെച്ചിട്ട് വേണം അതർ അതോറിറ്റീസിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ. ആ കോർട്ട്, സുപ്രീം കോർട്ടിന്റെ ആ ഡിസിഷൻ തന്നെ സുപ്രീം കോർട്ട് ഇവിടെ റിജക്ട് ചെയ്തു. സുപ്രീം കോർട്ട് പറഞ്ഞു the other authorities given interpretation of the expression other authorities given by Madras High Court in University of Madras versus Shantabai അത് റിജക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറിസ് could not be resorted to in interpreting the expression. ഈ other authorities ഉള്ള എക്സ്പ്രഷനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറിസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പോയിന്റ് എഴുതിയാൽ മതി. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായിൽ പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറിസ് യൂസ് ചെയ്തു. നെക്സ്റ്റ് കേസ് 1962, 8 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോർട്ട് തന്നെ പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറിസ് യൂസ് ചെയ്ത് നമുക്ക് അതർ അതോറിറ്റീസിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ തേർഡ് കേസ്. ഇവിടെയാണ് ഒരു ലിബറൽ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ്, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ. ഇതിന്റെ അകത്ത് ആദ്യം കോർട്ട് പറഞ്ഞത് application of principle of egistem generis. കോർട്ട് പറഞ്ഞത് അതർ അതോറിറ്റീസ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് കുറെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ, അതിലൊന്നും ഒരു കോമൺ ജീനസ് ഇല്ല ഈ എല്ലാ കാര്യങ്ങളിലും. ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത് there is no common genus
in all these authorities. അതായത് ഈ എക്സിക്യൂട്ടീവ് യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ലോക്കൽ അതോറിറ്റീസ്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കോമൺ ആയിട്ടുള്ള ഒരു ജീനസ് ഇല്ല. അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജീനസ് ഉണ്ടെങ്കിലല്ലേ അത് അതർ അതോറിറ്റീസിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കോമൺ ജീനസ് ഇല്ല. Nor could these bodies be placed in a single category on any rational basis. ഇതിപ്പോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഇതിനെ എല്ലാറ്റിനെയും കൂടെ ഒരു സിംഗിൾ കാറ്റഗറിയിൽ ഇടാൻ ഒരു റാഷണൽ ബേസിസിൽ ഇടാൻ പറ്റില്ല. സിംഗിൾ കാറ്റഗറിയിൽ ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ അതറിനെ ആ കാറ്റഗറിയിൽ തന്നെ ഇടാൻ പറ്റും. സോ ദർ ഇസ് നോ കോമൺ ജീനസ് ആൻഡ് ദിസ് കനോട്ട് ബി പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ കാറ്റഗറി. അപ്പൊ ഈ എജുസ്റ്റം ജനറിസ് എന്ന ആ പ്രിൻസിപ്പിൾ ഓഫ് എജുസ്റ്റം ജനറിസിനെ റിജക്ട് ചെയ്തു. ഓൾറെഡി ഇതിനു മുമ്പ് ഉജ്ജംബായിൽ തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത് കോർട്ട് കുറച്ചും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഡെലിബറേറ്റ് ചെയ്തിട്ട് ഈ പ്രിൻസിപ്പിൾ ഓഫ് എജുസ്റ്റം ജനറിസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് ഇതിനെ ഒരു ലിബറൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു. വൈഡർ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ any authority that is created by constitution or a statute or constitution or create ചെയ്ത ഏതൊരു അതോറിറ്റി, അങ്ങനെ അതോറിറ്റി ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിന് പവർ കൺഫർ ചെയ്യാൻ കൂടെ വേണം. സ്റ്റാറ്റ്യൂട്ടോ കോൺസ്റ്റിറ്റ്യൂഷനോ ക്രിയേറ്റ് ചെയ്ത ഏതൊരു അതോറിറ്റിയും അതിന് പവർ കൺഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതോറിറ്റിയെ ഈ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത അതോറിറ്റി ഗവൺമെന്റൽ ഫംഗ്ഷനോ സോവറിൻ ഫംഗ്ഷനോ ചെയ്യണമെന്ന് ഇറ്റ് ഈസ് നോട്ട് നെസസറി. പ്രിൻസിപ്പിൾ ഓഫ് എജുസ്റ്റം ജനറിസ് പറഞ്ഞത് സോവറിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗവൺമെന്റൽ ഫംഗ്ഷൻ ചെയ്യണമെന്നാണ്. പക്ഷെ ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡ് രാജസ്ഥാൻ കേസിൽ പറഞ്ഞത് അങ്ങനെ നിർബന്ധമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദേ ഹാവ് ടു ദ അതോറിറ്റി സോ ക്രിയേറ്റഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് ഓർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൺ വിച്ച് പവർ ഹാസ് ബീൻ കൺഫേർഡ്. അങ്ങനത്തെ അതോറിറ്റി സോവറിൻ ഫംഗ്ഷനോ ഗവൺമെന്റൽ ഫംഗ്ഷനോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ഈവൻ ഡു ട്രേഡ് ഓർ കോമേഴ്സ്. ഇവിടുത്തെ ഇഷ്യൂ അതായിരുന്നു. കാരണം ആർട്ടിക്കിൾ 298 നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഗവൺമെന്റ് കൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ്. അപ്പൊ ഗവൺമെന്റ് വരെ ട്രേഡ് അത് ആ ഒരു പ്രത്യേക പാർട്ടിലാണ് വരുന്നത്. അതായത് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിലാണ് ആർട്ടിക്കിൾ 298 വരുന്നത്. അപ്പൊ 298 ഗവൺമെന്റ് കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, അപ്പൊ ഗവൺമെന്റ് ട്രേഡിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂട്ടോ സ്റ്റാറ്റ്യൂട്ടോ വഴി ഒരു അതോറിറ്റിയെ ക്രിയേറ്റ് ചെയ്തു. ആ അതോറിറ്റിക്ക് പവർ കൺഫർ ചെയ്തു ബൈ ലോ. ആ അതോറിറ്റി ഗവൺമെന്റൽ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്, സോവറിൻ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. ഈവൻ ഇറ്റ് ക്യാൻ ഡു സംതിങ് ഓഫ് എ കമേഴ്ഷ്യൽ നേച്ചർ. അങ്ങനെയാണെങ്കിൽ കൂടെ ഇറ്റ് വിൽ കം അണ്ടർ ദ definition of the it will come within the meaning of the definition, within the meaning of the word state in article 12. അതാണ് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു ആക്ട് വഴിയാണോ ക്രിയേറ്റ് ചെയ്തത്? യെസ്. ആദ്യം പറഞ്ഞത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ സ്റ്റാറ്റ്യൂട്ടോ വഴി ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ട് വഴിയാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് കുറെ പവർ കൺഫർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓക്കെ. ഇറ്റ് വിൽ കം വിത്തിൻ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റേറ്റ് in article 12, within the meaning of article 12. ആ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ഇത് ഫോളോ ചെയ്യും. അതാണ് പറഞ്ഞത്. Hence the circumstances that the board under the Electricity Supply Act is required to carry on some activities of nature of trade or commerce. ഇപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടിന്റെ ബേസിൽ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്ന ജോലി, ആ അതോറിറ്റി ചെയ്യുന്ന ജോലി ട്രേഡോ കോമേഴ്സോ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഡിക്കേഷൻ ദാറ്റ് ബോർഡ് മസ്റ്റ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ സ്കോപ്പ് ടുവേർഡ് സ്റ്റേറ്റ്. അത് ട്രേഡ് ചെയ്യാം, കോമേഴ്സ് ചെയ്യാം, ബിക്കോസ് ഈവൻ ഗവൺമെന്റ് ഇസ് ഡൂയിങ് ട്രേഡ് അണ്ടർ ആർട്ടിക്കിൾ 298. അപ്പം 1967 ഇലക്ട്രിസിറ്റി ബോർഡ് രാജസ്ഥാൻ മോഹൻലാൽ കേസ് വന്നതിന് ശേഷം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റൽ ഫംഗ്ഷൻ ചെയ്യണം നിർബന്ധമില്ല, സോവറിൻ ഫംഗ്ഷൻ ചെയ്യണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ഡു ഈവൻ ട്രേഡ് ഓർ കോമേഴ്സ്. ദ ഓൺലി കണ്ടീഷൻ ഈസ് ദാറ്റ് അതോറിറ്റി ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ട്. ഒരു സ്റ്റാറ്റ്യൂട്ട് വഴിയോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയോ ക്രിയേറ്റ് ചെയ്ത അതോറിറ്റി ആയിരിക്കണം. അത് മാത്രം പോരാ, അതിന് പവർ കൺഫർ ചെയ്യും കൂടെ വേണം. അങ്ങനെയുള്ള ഒരു അതോറിറ്റി സോവറിൻ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിലും ഗവൺമെന്റൽ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിലും ഈവൻ ട്രേഡ് ഓർ കോമേഴ്സ് ചെയ്യുകയാണെങ്കിലും ദാറ്റ് വിൽ ഫോൾ വിത്തിൻ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 12 അണ്ടർ ദ വേർഡ് സ്റ്റേറ്റ്. ദാറ്റ് ക്യാൻ ബി കൺസ്ട്രൂഡ് ആസ് എ സ്റ്റേറ്റ്. അതിന് സ്റ്റേറ്റ് ആയിട്ട് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ഫോളോ ചെയ്യും വിത്തിൻ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 12. ഓക്കെ. അപ്പൊ ഇവിടെ ശരിക്കും കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തു. ഗവൺമെന്റൽ ഫംഗ്ഷൻ വേണമെന്നില്ല.
ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ആക്ച്വലി ഇനി അടുത്ത എഴുതേണ്ട കേസിലോ 1968, ഒരു 4 വർഷം കൂടെ മുന്നോട്ട് പോയി, ഉമേഷ് വേഴ്സസ് BNC. ഇപ്പം ഇൻ എഫക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 1954. 1954 പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായിൽ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് പെർഫോമിംഗ് ഗവൺമെന്റൽ ഫംഗ്ഷൻ, സോവറിൻ ഫംഗ്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറൽസ് ആണ് അവിടെ യൂസ് ചെയ്തത്. അപ്പൊ ഇൻ ഇഫക്ട് 1964 രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് കേസ് വന്നതോടുകൂടി, അതിന്റെ ഡിസിഷൻ വന്നതോടുകൂടി ആ മദ്രാസ് ഹൈക്കോടതി ഡിസിഷൻ ഓവർ റൂൾ ആയിപ്പോയി. പുതിയ പ്രസിഡന്റ് വന്നു. അപ്പൊ ആ പുതിയ പ്രസിഡന്റ് പട്ന ഹൈക്കോർട്ട് യൂസ് ചെയ്തു, ആ ഡിസിഷൻ ഫോളോ ചെയ്തു. പുതിയ പ്രസിഡന്റ് ഫോളോ ചെയ്ത് അവിടെ കേസ് വന്നു, പട്ന യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ആണോ അല്ലയോ. പട്ന യൂണിവേഴ്സിറ്റി ഇസ് എ സ്റ്റേറ്റ്, കാരണം യൂണിവേഴ്സിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ട് വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിന് പവർ കൺഫർ ചെയ്തിട്ടുണ്ട്, അതിന് എന്ത് ഗവൺമെന്റൽ ഫംഗ്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ അപ്പൊ 1968 എത്തിയപ്പോഴേക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ആയി മാറി. 1954 യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് അല്ലായിരുന്നു. അപ്പൊ ഇതാണ് ഫോർത്ത് കേസിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാം. ഇപ്പൊ നമ്മൾ 1975 എത്തി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ഇപ്പൊ ONGC, LIC, IFC, ഇപ്പോൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഒക്കെ സ്റ്റേറ്റ് ആണോ? അതാണ് ഇവിടെ വന്ന ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റാറ്റ്യൂട്ട് വഴി ഇതിന്റെ അകത്ത് സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാമിൽ ഒരു അഡീഷണൽ ഇത് വന്നത്, ഇറ്റ് ഷുഡ് ബി സബ്ജക്ട് ടു പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ. ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം നിലനിൽക്കും. അതായത് കോർപ്പറേഷൻ വർക്ക് ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് വഴിയാണ് ക്രിയേറ്റ് ചെയ്തത്, ഇത് സ്റ്റാറ്റ്യൂട്ട് വഴി ആയിരിക്കണം ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ ONGCയും IFC LIC എല്ലാം ഓരോ സ്റ്റാറ്റ്യൂട്ട് വഴിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ പറഞ്ഞ എന്തായിരുന്നു, അവർക്ക് പവർ കൺഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ ദേ ഹാഡ് ദ സ്റ്റാറ്റ്യൂട്ടറി പവർ ടു മേക്ക് ബൈൻഡിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ പവർ കൺഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഇതും കൂടെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഷുഡ് ബി സബ്ജക്ട് ടു പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ. ഇതിങ്ങനെ വൈഡൻ ചെയ്ത് വരിക, കൂടുതൽ കണ്ടീഷൻസ് ആഡ് ചെയ്ത് വരികയാണ്. നേരത്തെ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ട് വഴി ആയിരിക്കണം ക്രിയേറ്റ് ചെയ്ത, പവർ കൺഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ അതും വേണം. ഇപ്പൊ ഒരു കോർപ്പറേഷൻ, അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പെർവേസീവ് ഗവൺമെന്റ് കൺട്രോളിന് സബ്ജക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ. അതായത് എല്ലായിടത്തും ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫോൾ വിത്തിൻ ദാറ്റ് കൻ ബി കൺസിഡേർഡ് ആസ് എ സ്റ്റേറ്റ് ആണ് ആർട്ടിക്കിൾ 12. ഓക്കെ, അപ്പം ഈ കേസിൽ ഒരു ജഡ്ജ് ജസ്റ്റിസ് മാത്യു കൺകറിങ് ജഡ്ജ്മെന്റ് തന്നെയാണ് കൊടുത്തത്. ബാക്കി ജഡ്ജസ് ആയിട്ട് യോജിച്ചു, കൺകർ ചെയ്തു, അഗ്രി ചെയ്തു. ബട്ട് ഹി റോട്ട് എ സെപ്പറേറ്റ് ജഡ്ജ്മെന്റ്. ആ കൺകറിങ് ജഡ്ജ്മെന്റിൽ ജസ്റ്റിസ് മാത്യു ഒരു പടി കൂടെ മുന്നോട്ട് പോയി. ഈ ജഡ്ജ്മെന്റിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ് ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജസ്റ്റിസ് മാത്യു എഴുതിയ ജഡ്ജ്മെന്റ് ആണ് ദ മോസ്റ്റ് ലിബറൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് കോർട്ട് എടുത്തത്. അപ്പൊ ഈ ഒരു ഒറ്റ ജഡ്ജ്മെന്റിൽ, സിംഗിൾ ജഡ്ജ്മെന്റ് പ്രസക്തി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റിസ് മാത്യു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റിന്, ഇവിടെയാണ് ആ വേർഡ് ആദ്യമായിട്ട് വരുന്നത്, ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി. സ്റ്റേറ്റിന് ഒരു ഏജൻസി ആയിട്ടോ ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ആയിട്ടോ ആക്ട് ചെയ്യാം. എങ്ങനെ? ഓഫ് നാച്ചുറൽ ഓർ ജൂറിഡിക്കൽ പേഴ്സൺ. നാച്ചുറൽ, ജൂറിഡിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ബൈ ലോ. He said that a state acts through the instrumentality or agency of natural or juridical person. It means that if an action has been done by a state's instrumentality or agency, then it would amount to state action. അപ്പോൾ സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. സ്റ്റേറ്റ് ഒരു ആക്ഷൻ ഈസ് ഡൺ ബൈ സ്റ്റേറ്റിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റി ഓർ ഏജൻസി ചെയ്യുകയാണെങ്കിലും അതൊരു സ്റ്റേറ്റ് ആക്ഷനായി മാറും. സ്റ്റേറ്റിന്റെ എന്റെ ഏജൻസിയോ ഇൻസ്ട്രുമെന്റാലിറ്റിയോ ചെയ്യുകയാണെങ്കിൽ, ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഉപകരണമാണ്. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി? ഈ വേർഡ് ആദ്യമായിട്ട് വരുന്നത് ജസ്റ്റിസ് മാത്യുവിന്റെ ജഡ്ജ്മെന്റിലാണ്. അപ്പൊ അതില് ജസ്റ്റിസ് മാത്യു 3 കണ്ടീഷൻസ് പറഞ്ഞു. എങ്ങനെ ഒരു എൻറ്റിറ്റി സ്റ്റേറ്റിന്റെ ഏജൻസി ആണോ അതോ ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ എന്ന് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? 3 കണ്ടീഷൻസ് അയാൾ പറഞ്ഞു. ഒന്ന്, സ്റ്റേറ്റിന് ആ ഏജൻസിയുടെ മാനേജ്മെന്റിന്റെയും പോളിസീസിന്റെയും മുകളിൽ ഫൈനാൻഷ്യൽ കൺട്രോളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും വേണം. കാരണം നമ്മൾ മുകളിൽ തന്നെ പറഞ്ഞല്ലോ, പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ വേണം. പെർവേസീവ് ഗവൺമെന്റ്, എല്ലായിടത്തും ഗവൺമെന്റിന്റെ കൺട്രോൾ വേണം. ഇവിടെ ജസ്റ്റിസ് മാത്യു അത് ഒന്നും കൂടെ വൈഡൻ ചെയ്ത് ഇലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞു 2 കണ്ടീഷൻസ്. ഫൈനാൻഷ്യലിയും സ്റ്റേറ്റിന്റെ കൺട്രോൾ ഉണ്ടായിരിക്കണം, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ഈ ക്രിയേറ്റ് ചെയ്ത
എൻറ്റിറ്റിയുടെ ഏജൻസിയുടെ അതൊരു ഏജൻസി ഇൻസ്ട്രുമെന്റാലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ കൺട്രോളും ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ഉണ്ടായിരിക്കണം. ആ എൻറ്റിറ്റിയുടെ മാനേജ്മെന്റിലും അതിന്റെ പോളിസീസിലും ഫൈനാൻഷ്യൽ കൺട്രോളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ഉണ്ടായിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റി അത് എസെൻഷ്യൽ ആയിട്ട് പബ്ലിക് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ, പബ്ലിക് ഫംഗ്ഷൻ ചെയ്യുന്നതായിരിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അവർ ക്യാരി ഔട്ട് ചെയ്യുന്ന ബിസിനസ് പബ്ലിക്കിന്റെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം എന്നുള്ളത് നോക്കണം. ഇത് മൂന്ന് നോക്കിയിട്ട് വേണം ആ എൻറ്റിറ്റി ഏജൻസി ആണോ ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ. അങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ ഏജൻസിയോ ഒരു ഇൻസ്ട്രുമെന്റാലിറ്റിയോ ആയി മാറിക്കഴിയുകയാണെങ്കിൽ ആ ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ചെയ്യുന്ന എല്ലാ ആക്ഷനും സ്റ്റേറ്റ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഏജൻസി ആണോ ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അവർ പബ്ലിക് ഫംഗ്ഷൻ ചെയ്യണം. രണ്ട്, അവർ ചെയ്യുന്ന ഫംഗ്ഷൻ പബ്ലിക്കിന്റെ ബെനിഫിറ്റിനായിരിക്കണം. മൂന്നാമത്, അവരുടെ ആ എൻറ്റിറ്റിയുടെ മാനേജ്മെന്റിന്റെയും പോളിസിയുടെയും മുകളിൽ സ്റ്റേറ്റിന് ഫൈനാൻഷ്യൽ കൺട്രോളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ജസ്റ്റിസ് മാത്യു ഈ സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാമിൽ പറഞ്ഞാണ്. ഈ ജസ്റ്റിസ് മാത്യുയുടെ കൺകറിംഗ് ഒപ്പീനിയൻ ബിക്കെയിം ദ ഗൈഡിങ് ഫാക്ടർ ഫോർ ഫ്യൂച്ചർ ജഡ്ജസ്. പിന്നീട് അടുത്ത കേസിൽ നമ്മളത് കാണും ഡീറ്റെയിൽ ആയിട്ട്. ഫ്യൂച്ചർ ജഡ്ജസ് ഈ കൺകറിംഗ് ഒപ്പീനിയൻ എടുത്തിട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്തു ടു ഡിറ്റർമിൻ വെദർ ആൻ എൻറ്റിറ്റി ഇസ് എ സ്റ്റേറ്റ്സ് ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ഓർ നോട്ട്. അപ്പൊ നമ്മൾ ഒരു പടി കൂടെ മുന്നോട്ട് പോയി. ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് എജിസ്റ്റം ജനറീസ് ആയിരുന്നു, പിന്നെ അത് റിജക്ട് ചെയ്തു. പിന്നെ രാജസ്ഥാൻ സ്റ്റേറ്റ് ബോർഡിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എനിത്തിങ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവർ കൺഫേർഡ്. ഓക്കെ. പിന്നെ നമ്മൾ അത് ആ ഡിസിഷൻ യൂസ് ചെയ്ത് വേറൊരു കേസിൽ പട്ന യൂണിവേഴ്സിറ്റിനെ സ്റ്റേറ്റ് ആക്കി. ഇവിടെ വന്നപ്പം ഇത് മാത്രമല്ല, അത് കൂടാതെ പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ എന്നൊരു കണ്ടീഷൻ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ വരികയാണെങ്കിൽ ഈവൻ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് വിത്തിൻ ദ മീനിങ് ഓഫ് will fall within the definition state under Article 12. പക്ഷെ അങ്ങനെ വരുന്ന ഇത് ഒരു ഏജൻസിയോ ഇൻസ്ട്രുമെന്റാലിറ്റിയോ ആണെങ്കിൽ ആ ഏജൻസിയുടെ ആക്ഷൻ സ്റ്റേറ്റ് ആക്ഷൻ ആവും. അതിന് മൂന്ന് കണ്ടീഷൻസ് കൊടുത്തു. And this is the most important case, the most broad and liberal interpretation Supreme Court കൊടുത്തത് 1979 RD Shetty versus IAA, International Airport Authority case. ഇതിനെ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി കേസ് എന്നാണ് പറയുക. ഇവിടെയാണ് ഇത് ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് മാക്സിമം മോസ്റ്റ് ബ്രോഡ് ആൻഡ് ലിബറൽ ഇന്റർപ്രിട്ടേഷനിലേക്ക് വന്നത്. പക്ഷെ ഇത് മറ്റേ ത്രെഡ് ഫോളോ ചെയ്ത് വന്നതാണ്. ജസ്റ്റിസ് മാത്യുവിന്റെ ജഡ്ജ്മെന്റിന്റെ ആ കൺകറിംഗ് ജഡ്ജ്മെന്റ് ഇതിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്യാണ് സുപ്രീം കോർട്ട് ഇവിടെ ചെയ്തത്. അപ്പൊ ഇതിലെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇത് IAA എന്ന് പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയാണ്. അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. ആ ബോഡി കോർപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് IAA ആക്ട്, ഒരു ആക്ട് വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഒരു സ്റ്റാറ്റ്യൂട്ട് വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. IAA ആക്ട് 1971 എന്നുള്ള ആക്ട് വഴി ക്രിയേറ്റ് ചെയ്തൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇതിന്റെ ഈ IAA പറയുന്നുണ്ട്, എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അതിലെ ചെയർമാനെയും ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനെയും മെമ്പേഴ്സിനെയും ഒക്കെ നോമിനേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ കണ്ടീഷൻസ് ഓർക്കണം. പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ സ്റ്റാറ്റ്യൂട്ട് വഴി ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഫങ്ഷണലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി കൺട്രോൾ ഉണ്ടായിരിക്കണം ഓവർ മാനേജ്മെന്റ് ആൻഡ് പോളിസീസ്. അത് പബ്ലിക് ഫങ്ഷൻ ചെയ്തതായിരിക്കണം. പിന്നെ അങ്ങനെ അവർ ചെയ്യുന്ന ഫങ്ഷൻ പബ്ലിക്കിന് ബെനിഫിറ്റ് ആയിരിക്കണം. ഇതെല്ലാ കണ്ടീഷൻസ് ഇവിടെ വരുന്നുണ്ടോ എന്ന് ഈ ഫാക്ട്സ് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതില് IAAന്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഈ സെൻട്രൽ ഗവൺമെന്റിന് വേറെ പവറും കൂടെ വെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരുടെ അപ്പോയിന്റ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാം. അവരെ സ്പെസിഫൈഡ് സർക്കംസ്റ്റൻസസിൽ ഗവൺമെന്റിനെ റിമൂവ് ചെയ്യാം. കണ്ടോ, ഗവൺമെന്റിന് ആ മാനേജ്മെന്റിന് കൺട്രോൾ വരുന്നുണ്ടോ? അപ്പൊ ഇതിൽ ഗവൺമെന്റ്, ഈ IAAയിൽ ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട്, പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ട്. സ്റ്റാറ്റ്യൂട്ട് വഴിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആ പവർ മാത്രമല്ല, ടു ടേക്ക് അവേ ദ മാനേജ്മെന്റ് ഓഫ് എനി എയർപോർട്ട് ഫ്രം IAA ആണ് എല്ലാ എയർപോർട്ട്സും മാനേജ് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് അവർക്ക് ഡൽഹി എയർപോർട്ടിന്റെ മാനേജ്മെന്റ് കൺട്രോൾ IAA എടുത്ത് മാറ്റണം, അല്ല അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വരുന്നുണ്ടോ? ഈ IAA മാനേജ്മെന്റ് എടുത്ത് മാറ്റി വേറൊരു അതോറിറ്റിക്ക് കൊടുക്കാനുള്ള പവറും ഗവൺമെന്റിനുണ്ട്.
അപ്പോൾ കണ്ടോ, അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഇതിലും പവർ ഉണ്ട്, മാനേജ്മെന്റിലും പവർ ഉണ്ട്. അപ്പോയിന്റ് ചെയ്യണോ, ആരെ എടുത്ത് കളയണം, ചെയർമാൻ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം, എപ്പോൾ അപ്പോയിന്റ് ചെയ്യണം, പിന്നെ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ഏത് എയർപോർട്ട് എപ്പോൾ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം, ആര് മാനേജ് ചെയ്യണം, വേണമെങ്കിൽ അവർക്കെടുത്ത് വേറെ അതോറിറ്റിക്ക് കൊടുക്കാം. അപ്പം അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് ഫങ്ഷണലി ഗവൺമെന്റിന് ഈ IAന്റെ മുകളിൽ കൺട്രോൾ ഉണ്ട്. It can give binding directions in writing to IA on questions of policy. ഇതിനു മുമ്പ് ജസ്റ്റിസ് മാത്യു പറഞ്ഞെന്തായിരുന്നു, മാനേജ്മെന്റ് ആൻഡ് പോളിസി. ഇവിടെ IAക്ക് റൈറ്റിംഗിൽ ഗവൺമെന്റിന് ബൈൻഡിങ് ഡയറക്ഷൻസ് കൊടുക്കാം. ഡയറക്ഷൻ കൊടുക്കുക എന്ന് മാത്രമല്ല, അത് ബൈൻഡിങ് കൂടിയാണ്. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ IA അത് അനുസരിക്കണം ഓൺ ക്വസ്റ്റ്യൻസ് ഓഫ് പോളിസി. അപ്പൊ IAക്ക് തോന്നിയ മാതിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന് എല്ലായിടത്തും പെർവേസീവ് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ട്. ഇനി the capital needed for carrying out its functions by the IA is wholly provided by the central government. ഇവർക്ക് വേണ്ട ഷെയർ ഫൈനാൻഷ്യൽ, ഫങ്ഷണലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി മാത്രമല്ല, ആസ് പെർ ദ ആക്ട് ഗവൺമെന്റ് ആണ് കംപ്ലീറ്റ് ക്യാപിറ്റൽ കൊടുക്കുന്നത്. ഫൈനാൻഷ്യൽ കൺട്രോൾ വരെ ഗവൺമെന്റിന്റെ കൺട്രോൾ ഈ IAന്റെ മുകളിലുണ്ട്. ഇനി IAA is to manage the administration of the airports and air navigation services which were earlier performed by the central government. പണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ജോലി ചെയ്തിരുന്നത്. പണ്ട് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിരുന്ന എല്ലാ എയർപോർട്ട്സിന്റെ അഡ്മിനിസ്ട്രേഷനും അതിന്റെ മാനേജ്മെന്റും എയർ നാവിഗേഷൻ സർവീസസ് എല്ലാം ഇപ്പൊ മാനേജ് ചെയ്യുന്നത് IA ആണ്. IAS ഇതിനാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയും. ഗവൺമെന്റ് ചെയ്തിരുന്ന ഒരു ജോലി ഒരു അതോറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതൊരു കണ്ടീഷൻ ആയിട്ട് വരും. ഇനി IAA is vested with the power to frame regulations. IAAക്ക് പവറും കൊടുത്തിട്ടുണ്ട്. ഈ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ട് വഴി ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, അവർക്ക് പവറും കൊടുത്തു. എന്തിന്? ടു ഫ്രെയിം റെഗുലേഷൻസ്. അവർക്ക് എന്തെങ്കിലും റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യണമെങ്കിൽ ഫ്രെയിം ചെയ്യാം. ആൻഡ് ടു പ്രൊവൈഡ് ദാറ്റ് കോൺട്രവെൻഷൻ ഓഫ് എനി ഓഫ് സർട്ടൻ സ്പെസിഫൈഡ് റെഗുലേഷൻസ് ഷാൽ എൻറ്റെയിൽ പീനൽ കോൺസിക്വൻസസ്. അവർക്ക് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യാനുള്ള പവർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ റെഗുലേഷൻസ് ഏതെങ്കിലും കോൺട്രവീൻ ചെയ്താൽ, അതായത് അത് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പീനൽ കോൺസിക്വൻസസ് ഉണ്ടാവും. അതായത് അവരെ ശിക്ഷിക്കാൻ പറ്റും. അതിനുള്ള പവർ IAAക്ക് ഉണ്ട്. ദേ ആർ വെസ്റ്റഡ് വിത്ത് സം പവർ. ഇനി ഈ 5 പോയിന്റ്സ് എഴുതണം. ഇത് ഈ ജഡ്ജ്മെന്റിലാണ്. വാട്ട് ആർ ദ 5 ടെസ്റ്റ്? ഒരു സ്റ്റേറ്റിന്റെ ഒരു എൻറ്റിറ്റി സ്റ്റേറ്റിന്റെ ഏജൻസി ആണോ ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ എന്ന് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? 5 ടെസ്റ്റ് ഉണ്ട്. ജസ്റ്റിസ് മാത്യുവിന്റെ കേസിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ഈ RT ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയിൽ ചെയ്തത്. ഇതിൽ അതാ പറഞ്ഞത്, കോർട്ട് റീട്രേറ്റഡ് വിത്ത് അപ്രൂവൽ ദി അപ്രോച്ച് ഓഫ് ജസ്റ്റിസ് മാത്യു ഇൻ സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത്-റാം. ഇത് ആ സീക്വൻസിൽ അങ്ങ് എഴുതിയാൽ മതിയല്ല. അപ്പൊ സുഖ്ദേവ് സിംഗ് വേഴ്സസ് ഭഗത്-റാമിൽ ജസ്റ്റിസ് മാത്യു പറഞ്ഞതിനെ കോർട്ട് ഇവിടെ റീട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് അത് ഒന്നും കൂടെ കോപ്പി ചെയ്തു. അവര് they agreed with everything and discussed in detail. അതിനെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവര് കുറെ ജനറൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് കുറെ സജഷൻസ് ഡെവലപ്പ് ചെയ്തു. എന്തിന്? ഫോർ ഡിറ്റർമിനിങ് വെദർ an authority was an instrumentality or agency of the government. 5 പോയിന്റ്സ് ഓർക്കണം. ഇവിടെ ആദ്യം പൈസ, അതായത് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് ദ ചീഫ് ഫണ്ടിങ് സോഴ്സ്. ഈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റി ഏജൻസി ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം. അതായത് കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് സ്റ്റേറ്റ് ആയിരിക്കണം കൊടുക്കുന്നത്, ഗവൺമെന്റ് ആയിരിക്കണം കൊടുക്കുന്നത്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഡീപ്പ് ആൻഡ് പെർവേസീവ് സ്റ്റേറ്റ് കൺട്രോൾ. ഡീപ്പ് ആൻഡ് പെർവേസീവ് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഗവൺമെന്റിന്റെ കൺട്രോൾ വേണം. അതായത് അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ പോളിസീസ് എല്ലായിടത്തും ഗവൺമെന്റൽ കൺട്രോൾ വേണം. അതെല്ലാം ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫണ്ടിങ്ങും ഫൈനാൻഷ്യൽ സപ്പോർട്ട് വരുന്നതും ഗവൺമെന്റിന്റെ അടുത്തായിരുന്നു. പിന്നെ മൂന്നാമത്തത് ഫങ്ഷണൽ ക്യാരക്ടർ. ആദ്യത്തെ ഫൈനാൻസ് ആണ്, രണ്ടാമത്തെ പെർവേസീവ് ആൻഡ് ഡീപ്പ് ഗവൺമെന്റ് സ്റ്റേറ്റ് കൺട്രോൾ ആണ്, മൂന്നാമത്തെ ഫങ്ഷണൽ ക്യാരക്ടർ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റൽ ഇൻ എസെൻസ് ആയിരിക്കണം. അതായത് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമായിരിക്കണം. ഇത് ജസ്റ്റിസ് മാത്യുവും പറഞ്ഞു, പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമായിരിക്കണം, അവർ ചെയ്യുന്ന കാര്യം കൊണ്ട് പബ്ലിക്കിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി ക്ലോസ്ലി റിലേറ്റഡ് ടു ഗവൺമെന്റൽ ഫങ്ഷൻസ്. ഗവൺമെന്റ് എന്ത് ജോലിയാണോ ചെയ്തിരുന്നത് അതിനോട് സിമിലർ ആയിട്ടുള്ള ജോലി ആയിരിക്കണം ഈ എൻറ്റിറ്റി ചെയ്യുന്നത്. ഇനി അടുത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ട്രാൻസ്ഫർ ടു ദ കോർപ്പറേഷൻ. അതും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. അതായത് പണ്ട് ഗവൺമെന്റ് ആണ് ഈ എയർ നാവിഗേഷൻ സർവീസസും എയർപോർട്ടിന്റെ മാനേജ്മെന്റും എല്ലാം ചെയ്തിരുന്നത്. അത് IAAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തത്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു കോർപ്പറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ കോർപ്പറേഷൻ എൻറ്റിറ്റി ആയിട്ട് ഏജൻസി ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈ കോർപ്പറേഷന്
മൊണോപ്പൊളി സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. IA ആണ് എല്ലായിടത്തും എയർക്രാഫ്റ്റ് സർവീസസ് എന്നൊക്കെ ചെയ്തിരുന്നത്. മൊണോപ്പൊളി സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. വെറുതെ മൊണോപ്പൊളി സ്റ്റാറ്റസ് ഉണ്ടായാൽ പറയാം, ചിലപ്പോൾ പ്രൈവറ്റ് ട്രേഡേഴ്സ് എല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്ത് അവരൊരു ആർട്ടിഫിഷ്യൽ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യും, അവരെന്തെങ്കിലും ഇല്ലീഗൽ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ യൂസ് ചെയ്ത്. അങ്ങനെ പോരാ, മൊണോപ്പൊളി സ്റ്റാറ്റസ് സ്റ്റേറ്റ് കൺഫർ ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്തതായിരിക്കണം. സ്റ്റേറ്റ് കൺഫർ ചെയ്തതോ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്തോ ഒരു മൊണോപ്പൊളി സ്റ്റാറ്റസ് കൂടെ ആ കോർപ്പറേഷൻ എൻജോയ് ചെയ്യണം. അങ്ങനെ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റി ഒരു സ്റ്റേറ്റിന്റെ ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ആയി മാറും. അത് വന്നത് RT ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി കേസിലാണ്. ഈ അഞ്ച് പോയിന്റ്സ് എഴുതണം. അപ്പൊ ഇത് ഓരോന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് ഏജൻസി ഇൻസ്ട്രുമെന്റാലിറ്റി ആയി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ fall within the meaning of the word state under Article 12. Okay, so this was the widest interpretation, the most broad liberal interpretation given to the meaning of the word state. അപ്പൊ ഇതിൽ എന്തായിരുന്നു ഡിസിഷൻ വന്നത്? കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ടെസ്റ്റ്, ഈ പറഞ്ഞ 5 ടെസ്റ്റും റെസ്പോണ്ടന്റ് അതോറിറ്റി, അതായത് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി സാറ്റിസ്ഫൈ ചെയ്ത്. റെസ്പോണ്ടന്റ് എന്ന് പറയാൻ കാരണം RD ഷെട്ടി ആയിരുന്നു പെറ്റീഷണർ, അപ്പല്ലന്റ്. മറ്റേയാള് പെറ്റീഷണർ, റെസ്പോണ്ടന്റ് ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി. അത് ശരിക്കും ഇതിൽ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി കുറെ ടെൻഡേഴ്സ് വിളിച്ചു. അപ്പൊ ഏതോ ഒരു ടെൻഡറിൽ ഈ RD ഷെട്ടിക്ക് ഇത് കിട്ടിയില്ല, ടെൻഡർ അയാൾക്ക് അനുകൂലമായിട്ട് വന്നില്ല. അപ്പൊ അയാൾ ഒരു കേസ് കൊടുത്തു, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിൽ വന്നു. അപ്പൊ ക്വസ്റ്റ്യൻ വന്നതാണ്, ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യണമെങ്കിൽ IA സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ് ആണെങ്കിൽ അല്ലേ, ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ് പാർട്ട് 3 പറയുന്നത്. അപ്പൊ ആദ്യം IA സ്റ്റേറ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, എന്നാലേ ഇത് വയലേഷൻ വന്നിട്ടുണ്ടോ എന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നത്, വെദർ IA വാസ് ഈസ് എ സ്റ്റേറ്റ് ഓർ നോട്ട്. അത് ആ ടെൻഡറിൽ വന്ന കേസ് കൊണ്ടാണ് RD ഷെട്ടിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു വന്നത്. But thus observed that IA was an instrumentality or agency of the central government. അതുകൊണ്ട് IA instrumentality or agency ആണ്, so it will fall within the definition of state under Article 12. അതാണ് ഈ കേസിലെ ഡിസിഷൻ. ഓക്കെ, 1979 കഴിഞ്ഞു. ഇനി അടുത്ത കേസ് 1981 1981 സോം പ്രകാശ് റേക്കി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് എക്സാക്ട്ലി മറ്റേ RD ഷെട്ടി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, RD ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയിൽ അതേ ഡിസിഷൻ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തത്. ഇവിടുത്തെ ഫാക്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു എക്സ്പാൻഷൻ കൂടെ വന്നു. അവിടെ എന്താ പറഞ്ഞ കോർപ്പറേഷൻ ആണ്, കോർപ്പറേഷൻ ക്രിയേറ്റഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ട്. അവിടെ എന്തായിരുന്നു, അത് എയർപോർട്ട് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു, ബോഡി കോർപ്പറേറ്റ് ആയിരുന്നു. എങ്ങനെയത് ക്രിയേറ്റ് ചെയ്ത്? IA ആക്ട് വഴി ക്രിയേറ്റ് ചെയ്തു. ഈ കേസിൽ സോം പ്രകാശ് എന്ന് പറഞ്ഞത് പെറ്റീഷണർ ബർമ ഷെൽ ഓയിൽ സ്റ്റോറേജ് ലിമിറ്റഡിലെ ക്ലർക്കായിരുന്നു അയാൾ. അയാൾ റിട്ടയർ ചെയ്തതിനു ശേഷം ഹീസ് ക്വാളിഫൈഡ് ഫോർ പെൻഷൻ. അയാൾക്ക് പെൻഷന് ക്വാളിഫൈഡ് ആണ് ഇൻ 1973. പക്ഷെ അപ്പോൾ ഒരു പുതിയൊരു ആക്ട് വന്നു, ബർമ ഷെൽ അക്വിസിഷൻ ഓഫ് അണ്ടർടേക്കിങ്സ് ഇൻ ഇന്ത്യ ആക്ട് 1976. ആ ആക്ട് പ്രകാരം ഈ ബർമ ഷെൽ എന്നുള്ള അണ്ടർടേക്കിങ്ങിനെ ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെ വെസ്റ്റ് ചെയ്തു ഇതിന്റെ പവർ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോം പ്രകാശ് എന്ന് പറഞ്ഞ പെറ്റീഷണർക്ക് അയാൾക്ക് ഇനി പെൻഷൻ മേടിക്കേണ്ടത് BPCL നിന്നാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷനായി ഇപ്പൊ അയാളുടെ പെറ്റീഷണറുടെ എംപ്ലോയർ. ആദ്യം അത് ബർമ ഷെല്ലായിരുന്നു, ബർമ ഷെൽ ഓയിൽ സ്റ്റോറേജ് ലിമിറ്റഡിനാണ് അയാൾ പെൻഷൻ ആയത്, അവിടെ നിന്നാണ് അയാൾക്ക് പെൻഷൻ കിട്ടുന്നത്. പക്ഷെ ഈ അക്വിസിഷൻ ആക്ട് പ്രകാരം, അതിൽ പറഞ്ഞിരിക്കുന്ന ആ ആക്ട് പ്രകാരം ഈ ബർമ ഷെൽ എന്നുള്ള അണ്ടർടേക്കിംഗ് BPCLലേക്ക് വെസ്റ്റ് ചെയ്തു. അപ്പം ഈ വ്യക്തിയുടെ സോം പ്രകാശിന്റെ എംപ്ലോയർ ആരായി? BPCL ആയി, അതായത് സ്റ്റാറ്റ്യൂട്ടറി സക്സസർ. അപ്പൊ അയാളുടെ പെൻഷനൽ റൈറ്റ്സ് ഇനി കൊടുക്കേണ്ടത് ആരാ? ഈ BPCL എന്ന് പറഞ്ഞ കോർപ്പറേഷനാണ്. പക്ഷെ BPCLന്റെ അവസ്ഥ എന്താണ്? BPCL എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 1956, ഒരു ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് 1956. ആ കമ്പനീസ് ആക്ട് 1956ന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗവൺമെന്റ് കമ്പനിയാണ് BPCL. ഓക്കെ, ഇതിനു മുമ്പ് പറഞ്ഞ ഇത്രയും നേരം നമ്മൾ ഒരു ഗവൺമെന്റ് കമ്പനിയെ പറ്റിയും പറഞ്ഞിട്ടില്ല, കമ്പനീസ് ആക്ട് എന്നുള്ളൊരു വാക്കേ വന്നിട്ടില്ല.
ഇതുവരെ എന്താ പറഞ്ഞത്, ഒരു ആക്ട് വഴി ക്രിയേറ്റ് ചെയ്ത ഒരു രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് എന്തായിരുന്നു, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് വഴി ക്രിയേറ്റ് ചെയ്തത്, അതിന് വേണ്ടി ഒരു ആക്ട് ഉണ്ടാക്കി. ഇനി എയർപോർട്ട് അതോറിറ്റിയിൽ എന്താ ഉണ്ടായത്, ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അതിനൊരു ആക്ട് ഉണ്ടായിരുന്നു, അതാണ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ആക്ട്. ഇവിടെ അങ്ങനെയല്ല, ഒരു ജനറൽ ആയിട്ട് ഒരു കമ്പനീസ് ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് 1956. ആ കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗവൺമെന്റ് കമ്പനി, ആ ഗവൺമെന്റ് കമ്പനിയാണ് BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു ഗവൺമെന്റ് കമ്പനി ഒരു സ്റ്റേറ്റ് ആവോ, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതാണ് ഈ കേസിന്റെ പ്രസക്തി. ആദ്യത്തെ കേസാണത്, സോം പ്രകാശ് രേഖി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതില് RD ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയിൽ അതേ പ്രൊപ്പോസിഷൻസ് സജഷൻസ് ഇവിടെയും ഫോളോ ചെയ്തു. 1979 അതേ പ്രൊപ്പോസിഷൻസും സജഷൻസും ഇവിടെയും ഫോളോ ചെയ്തു. were followed in സോം പ്രകാശ് രേഖി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ to determine, പക്ഷെ ക്വസ്റ്റ്യൻ മാറി, ആസ് ടു വെൻ എ കോർപ്പറേഷൻ കുഡ് ബി സെറ്റ് ടു ബി ആൻ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഈ BPCL ഒരു ഏജൻസിയോ ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ, ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി എങ്ങനെയാണ് ഇത് BPCLലേക്ക് വെസ്റ്റ് ചെയ്തത്, കോർപ്പറേഷനിലേക്ക്? ഇത് വെസ്റ്റ് ചെയ്ത സമയത്ത് ഈ അക്വിസിഷൻ ഓഫ് അണ്ടർടേക്കിങ്സ് ഇൻ ഇന്ത്യ, ബർമ ഷെൽ അക്വിസിഷൻ ഓഫ് അണ്ടർടേക്കിങ്സ് ഇൻ ഇന്ത്യ ആക്ടിലെ പ്രൊവിഷൻസ് വഴിയാണല്ലോ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റിയത്, ട്രാൻസ്ഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത സമയത്ത് ആ ആക്ട് പ്രകാരം ഇതിനു മുമ്പ് പറഞ്ഞ 5 കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആ 5 കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് അതാണ് വിത്ത് എ സ്ട്രോങ് സ്റ്റാറ്റ്യൂട്ടറി ഫ്ലേവർ, സൂപ്പർ ആഡഡ് ആൻഡ് ക്ലിയർ ഇൻഡിഷ്യ ഓഫ് പവർ. ഇൻഡിഷ്യ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻ, ടു മേക്ക് ഇറ്റ് ആൻ അതോറിറ്റി falling under. അപ്പം the Supreme Court held that the BPCL, though a government company, അത് ഗവൺമെന്റ് കമ്പനി ആയിക്കോട്ടെ, വിച്ച് ഇസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്, അങ്ങനെയാണെങ്കിൽ കൂടെ by virtue of the various provisions of the Burma Shell Acquisition Act, Burma Shell Acquisition Actൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് കാരണം വഴി, by virtue of was transformed, അതിന് ആക്ച്വലി അവിടെ ആ ആക്ട് വഴി ഇതിന് മാറ്റി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BPCL എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റാലിറ്റി ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഇഷ്യൂ ഇതായിരുന്നു, BPCL ഒരു ഗവൺമെന്റ് കമ്പനിയാണ്, അങ്ങനെ ഒരു ഗവൺമെന്റ് കമ്പനി സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുമോ, അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞു ഈ ആക്ട്, അക്വിസിഷൻ ആക്ട് വഴിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊവിഷൻസ് നോക്കുമ്പോൾ, ആ പ്രൊവിഷൻസ് ഇൻ ഡീറ്റെയിൽ പോകുമ്പോൾ, ദിസ് BPCL ഹാസ് നൗ ബിക്കം ആൻ ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ്? ആ 5 ടെസ്റ്റുകൾ പാസ്സാവുന്നുണ്ട്. അതായത് ഡീപ് പെർവേസീവ് കൺട്രോൾ ഉണ്ട്, ഫൈനാൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ അത് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ചെയ്തതാണ്, പിന്നെ വേറെ 2 പബ്ലിക് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം, പിന്നെ മൊണോപ്പൊളി സ്റ്റാറ്റസ്, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് അതിനുള്ള എല്ലാ പ്രൊവിഷൻസും അക്വിസിഷൻ ആക്ടിലുണ്ട്. അതുകൊണ്ട് BPCL ഒരു ഏജൻസി ആയി മാറി, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ആയിട്ട് മാറി. അപ്പോൾ വാട്ട് വാസ് ദ ഡിസിഷൻ? ദിസ് വിൽ fall under the meaning of the word state, of the definition of state within Article 12. അപ്പം ഇപ്പൊ ഒന്നും കൂടെ എക്സ്പാൻഡ് ആയി. ഇവിടെ എക്സ്പാൻഡ് ചെയ്തത് എന്താണ്? ഈ അതർ അതോറിറ്റീസ് ഇപ്പൊ എന്തൊക്കെയായി? രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റാറ്റ്യൂട്ട് വഴിയോ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയോ ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ പറഞ്ഞപ്പോ സോം പ്രകാശ് രേഖയിൽ എന്ത് വന്നു? ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് എ ഗവൺമെന്റ് കമ്പനി. ഇപ്പൊ ഇവിടെ BPCL ഒരു ഗവൺമെന്റ് കമ്പനിയാണ്, കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗവൺമെന്റ് കമ്പനിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും കുഴപ്പമില്ല, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ലൈക്ക് എ ഗവൺമെന്റ് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല, അത് ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് കമ്പനീസ് വരെ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ഫോളോ ചെയ്യും. ഇതാണ് സോം പ്രകാശ് രേഖി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ വന്ന ഫർദർ എക്സ്പാൻഷൻ. Okay, even a non-statutory body like a government company, if it was found that the body or authority was an agency or instrumentality, the key point എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും ശരി, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും ശരി, ലൈക്ക് എ ഗവൺമെന്റ് കമ്പനി, ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ആണോ, that will fall within the definition of state. Okay. ഇനി അടുത്ത സെമിനൽ കേസാണ് അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മുജീബ്. ആദ്യം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി, പിന്നെ ഗവൺമെന്റ് കമ്പനിയായി, ഇനി സൊസൈറ്റി. അവിടെ കമ്പനീസ് ആക്ട് 1956 വഴി ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. ഇനി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1898, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി സ്റ്റേറ്റ് ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോൾ ഗവൺമെന്റ് കമ്പനി തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ആക്കി. if it can be if it perform if it passes the test of an agency or instrumentality, agency or instrumentality ആണോ എന്നുള്ള ടെസ്റ്റ് 5 ടെസ്റ്റ് അത് പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ആ എൻറ്റിറ്റി പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, then that can be considered as a state. ഇനി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ if an entity has been created, can that be considered as a state? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഫാക്ട്സ് എന്തായിരുന്നു വെച്ചാൽ, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, പണ്ട് എഞ്ചിനീയറിംഗ് കോളേജസിന് REC എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിന് പറഞ്ഞത്. REC ശ്രീനഗർ ക്രിയേറ്റ് ചെയ്തത് ജമ്മു കാശ്മീർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ് ആക്ട് 1898 അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയാണ് ഈ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീനഗറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തതും അഡ്മിനിസ്റ്റർ ചെയ്തതും മാനേജ് ചെയ്യുകയും ചെയ്തത്. അപ്പം ഇനി അതിനൊരു ആക്ട് ഉണ്ടല്ലോ, ഈ ഒരു സൊസൈറ്റീസ് ആക്ട് ഉണ്ടല്ലോ, അത് പ്രകാരം ഇതൊക്കെയാണ് ഫാക്ട്സ്. അതിന്റെ കോമ്പോസിഷൻ, ആ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ കോമ്പോസിഷൻ ഗവൺമെന്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ ഗവൺമെന്റ് ആണ് അതിന്റെ ആ സൊസൈറ്റിയിലുള്ളത്. എക്സ്പെൻസസ് എൻറ്റയർലി പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പൊ ഫൈനാൻഷ്യൽ കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റിന് വന്നല്ലോ. കോമ്പോസിഷൻ ഗവൺമെന്റ് ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഡീപ് പെർവേസീവ് കൺട്രോൾ വന്നല്ലോ. Rules made by the society require prior approval of the state and central government. ജമ്മു കാശ്മീരിന്റെ ഗവൺമെന്റിന്റെ കൺട്രോൾ അപ്രൂവലും വേണം, സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലും വേണം. അപ്പൊ അവരുടെ മാനേജ്മെന്റിൽ കൺട്രോൾ വന്നല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വന്നല്ലോ. Society is to comply with all directions of the government as is completely controlled by the government. എല്ലാ ഗവൺമെന്റിന്റെ എല്ലാ ഡയറക്ഷൻസും സൊസൈറ്റി കംപ്ലൈ ചെയ്യണം. ഗവൺമെന്റ് has a power to appoint and remove members. മാനേജ്മെന്റിൽ കൺട്രോൾ വന്നു. The state and central government have full control of the working of the society. അപ്പോൾ ഇത് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത്, ആ പ്രൊവിഷൻസ് ആക്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആ RD ഷെട്ടിയിൽ പറഞ്ഞ ആ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഡിസിഷൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ജസ്റ്റിസ് ഭഗവതിയാണ് ഇതിന്റെ ഡിസിഷൻ എഴുതിയത്. നമ്മുടെ പില്ലിൽ ഉണ്ടായിരുന്ന സെയിം ജഡ്ജാണ്. അപ്പം ജസ്റ്റിസ് ഭഗവതി സ്പീക്കിംഗ് ഫോർ ദ കോർട്ട് റീഇറ്ററേറ്റഡ് വിത്ത് അപ്രൂവൽ. റീഇറ്ററേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ RD ഷെട്ടി വേഴ്സസ് IAA കേസിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതിവിടെ റീഇറ്ററേറ്റ് ചെയ്തു, ഒന്നും കൂടെ പറഞ്ഞു, വിത്ത് അപ്രൂവൽ. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. വിത്ത് ദ പ്രൊപ്പോസിഷൻസ് ആൻഡ് ടെസ്റ്റ്, അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സജഷൻസും ടെസ്റ്റിനെയും അപ്രൂവ് ചെയ്തുകൊണ്ട് ഇവിടെ വീണ്ടും ഈ ജഡ്ജ്മെന്റിൽ എഴുതി. However, these tests are not correct. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് കൺക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് അല്ല. വീണ്ടും എക്സ്പാൻഡ് ചെയ്തു ഇതിനെ. ആ പറഞ്ഞിരിക്കുന്ന 5 ടെസ്റ്റ് കൺക്ലൂസീവോ എക്സോസ്റ്റീവോ അല്ല, അതായത് അതിലേക്ക് ഒതുങ്ങണമെന്നില്ല. ദേ ആർ ഇൻക്ലൂസീവ് ഇൻ നേച്ചർ. നമുക്ക് വീണ്ടും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റിസ് ഭഗവതി ആക്ച്വലി എന്ത് ചെയ്തു വെച്ചാൽ, ആ 5 ടെസ്റ്റ് കൺക്ലൂസീവ് അല്ല, അത് എക്സോസ്റ്റീവ് അല്ല, അത് അവിടെ തീരുന്നില്ല, അത് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ ആണ്. അതായത് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാക്കി ഫെർദർ എക്സ്പാൻഷൻ വരികയാണ്, അതിന് വീണ്ടും ഇന്റർപ്രിട്ടേഷൻ വരികയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സൊസൈറ്റിയെ കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയത്. In view of the aforesaid facts, the society is an instrumentality of the state. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു BPCL ഗവൺമെന്റ് കമ്പനി is an instrumentality of state. ഇവിടെ ഈ REC ശ്രീനഗർ മാനേജ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജമ്മു കാശ്മീർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയാണ്. പക്ഷെ ആ സൊസൈറ്റി ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആണ്. കാരണം അത് 5 ടെസ്റ്റ് പാസ് ആവുന്നുണ്ട്. The test is not how a juristic person is created, but why it has been brought into existence. ഇതാണ് ജസ്റ്റിസ് ഭഗവതി ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. എങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോട്ടെ, അത് സ്റ്റാറ്റ്യൂട്ട് വഴി ആയിക്കോട്ടെ, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ പറഞ്ഞ മാതിരി, ഇനി സോം പ്രകാശ് റേക്കിയിൽ പറഞ്ഞ മാതിരി BPCL ഒരു കമ്പനീസ് ആക്ട് 1956 വഴി അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗവൺമെന്റ് കമ്പനി ആയിക്കോട്ടെ, ഇനി ഇതിൽ പറഞ്ഞ മാതിരി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി ആയിക്കോട്ടെ, how the juristic person is created is അതിന് പ്രസക്തിയില്ല. why it has been brought into existence, അതാണ് ആ എക്സോസ്റ്റീവ് അല്ല ഇൻക്ലൂസീവ് ആണെന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തോട്ടെ, പക്ഷെ ഈ 5 ടെസ്റ്റ് പാസ്സാവുന്നു. why it has been created. ഓക്കെ, അതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റൽ ഫംഗ്ഷൻസ് ആണ് ഇത് പെർഫോം ചെയ്യുന്നതെങ്കിൽ, പബ്ലിക് ഫംഗ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ, ആ പബ്ലിക് ഫംഗ്ഷൻസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു മൊണോപ്പൊളി, സ്റ്റേറ്റ് കൺഫേർഡോ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റഡോ മൊണോപ്പൊളി ആണെങ്കിൽ, ഫംഗ്ഷണലി ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടെങ്കിൽ, ഡീപ് പെർവേസീവ് കൺട്രോൾ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഓക്കെ, നോ മാറ്റർ ഹൗ എവർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്.
Then the court took a step more forward and observed that the concept of instrumentality or agency of the government was not limited to a corporation created by a statute, but was equally applicable to a government company formed under Companies Act or a society registered under Society Registration Act or any other similar statute. അപ്പൊ നമ്മൾ കഴിഞ്ഞ 3 കേസിലും ഈ ഏജൻസി ഇൻസ്ട്രുമെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഏജൻസി ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ആയാൽ മതി. അത് സ്റ്റാറ്റ്യൂട്ട് വഴി ക്രിയേറ്റ് ചെയ്തതായിക്കോട്ടെ, ഗവൺമെന്റ് കമ്പനീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ, കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിക്കോട്ടെ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ആയിക്കോട്ടെ, നോ മാറ്റർ ഹൗ എവർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, അതൊരു ഏജൻസി ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ആയി. Okay, it would be an authority within the meaning of Article 12 if it is an agency or instrumentality of the government, and that would have to be decided on a proper assessment of the case in light of the relevant factors. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ BPCL ഒരു അക്വിസിഷൻ ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ട് നോക്കണം, ആ ആക്ടിൽ നോക്കണം ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ BPCLക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ കൺട്രോൾ ഉണ്ടോ, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടോ, ഫൈനാൻസ് ആരാ കൊടുക്കുന്നത്, ഷെയർ ക്യാപിറ്റൽ 100% ഗവൺമെന്റ് എടുത്താണോ, അതാണ് ഇതിന്റെ പ്രോപ്പർ അസസ്മെന്റ് ഓഫ് ദ കേസ് നോക്കണം. അല്ലാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്നല്ല, അയ്യോ ഇത് ഗവൺമെന്റ് കമ്പനി അല്ല അതുകൊണ്ട് പറ്റില്ല, അങ്ങനെയല്ല. ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ കൂടെ കൺട്രോൾ ഗവൺമെന്റിന്റെ അടുത്തുണ്ടോ, അത് ഏജൻസി ആണോ ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ, കേസ് ബൈ കേസ് അതെടുത്ത് അനലൈസ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്താലും അത് ഒരു ഏജൻസി ഒരു ഇൻസ്ട്രുമെന്റാലിറ്റി ആണെങ്കിൽ that will fall within the meaning of Article 12 authority. അത് ആർട്ടിക്കിൾ 12 അതർ അതോറിറ്റീസ് എന്നുള്ളത് ആ സ്റ്റേറ്റിന്റെ ഇതിൽ വീഴും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്തത് പ്രൈവറ്റ് കമ്പനീസിലേക്ക് വരികയാണ്. പ്രൈവറ്റ് കമ്പനീസ് സ്റ്റേറ്റ് ആണോ അല്ലയോ? ഓക്കെ, അപ്പം ഇതിൽ 3 കേസ് ലോസ് എഴുതണം. 3 കേസ് ലോസ് ആദ്യം എഴുതേണ്ടത് MC മേത്ത വേഴ്സസ് ശ്രീറാം ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ അകത്ത് കോർട്ട് ഡിസിഷൻ ഒന്നും എടുത്തില്ല. പ്രൈവറ്റ് കോർപ്പറേഷൻ, ഒരു പ്രൈവറ്റ് കോർപ്പറേഷൻ ആർട്ടിക്കിൾ 12ന്റെ ആംബിറ്റിൽ വീഴുവോ, കോർട്ട് ഡിസിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കോർട്ട് സ്ട്രെസ്ഡ് ദ നീഡ് ടു ഡു സോ ഇൻ ഫ്യൂച്ചർ. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്യൂച്ചറിൽ നമ്മൾ ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കണം എന്നുള്ളതിന്റെ ആ നീഡ് അവർ സ്ട്രെസ് ചെയ്തു. പക്ഷെ അവർ ഡിസിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഇത്രേ പറഞ്ഞുള്ളൂ, the court stressed the ambit of Article 12 should be enlarged in order to bring private companies under the strict scrutiny of fundamental rights. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സ്ക്രൂട്ടിനിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, അതർ അതോറിറ്റീസിന്റെ മീനിങ്ങിൽ പ്രൈവറ്റ് കമ്പനിയും കൂടെ ഫോളോ ചെയ്യിക്കണം, എന്നാലേ അവരെ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്റ്റേറ്റ് ഷാൾ നോട്ട് വയലേറ്റ് എനി ലോ എന്ന് പറഞ്ഞത്, ടേക്കിംഗ് അവേ ഓർ അബ്രിഡ്ജ്ഡ് റൈറ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ് ആരാ? ഈ സ്റ്റേറ്റിൽ പ്രൈവറ്റ് കമ്പനി വീഴോ, അവരെയും കൂടെ ഇതിൻ്റെ അകത്ത് വീഴ്ത്തണം എന്നുള്ള അതിന്റെ നീഡ് അവർ സ്ട്രെസ് ചെയ്തു. പക്ഷെ ഈ കേസിൽ ഒന്നും പറഞ്ഞില്ല. MC മേത്ത വേഴ്സസ് ശ്രീറാം ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ. ഓക്കെ, ഇനി അടുത്തതിൽ നോക്കാം. അടുത്ത കേസ് 1993 JP ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് AP. ഇവിടെ ഒരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോടതി ഈ കേസിൽ പറഞ്ഞു ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി വയലേറ്റ് ചെയ്യിക്കാൻ അവരെ സമ്മതിച്ചുകൂടാ. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ പതുക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഓക്കെ, ആദ്യം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി, പിന്നെ കമ്പനിയായി, സൊസൈറ്റി ആയി, ഇനിയിപ്പോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടെ കൊണ്ടുവരായിരുന്നു. 1987 കോടതി നീഡ് സ്ട്രെസ് ചെയ്തു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. 1993 കോടതി ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് പറഞ്ഞു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റൈറ്റ് ടു ഇക്വാലിറ്റി വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. പതുക്കെ അതിനെയും കൂടെ സ്റ്റേറ്റിന്റെ ആംബിറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രദീപ് കുമാർ ബിസ്വാസ് വേഴ്സസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി ആൻഡ് അതേഴ്സ്. ഇതില് കോർട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അജയ് ഹസ്യാല് പറഞ്ഞല്ലോ, കുറച്ച് ആ ഒരു പ്രിൻസിപ്പിൾസ് പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് നോട്ട് എ റിജിഡ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഇതാണ് ഇതിലെ കീ പോയിന്റ്. അത് റിജിഡ് ഒന്നല്ല, അത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ക്യുമുലേറ്റീവ് എഫക്ട് ഓഫ് ഓൾ ദ ടെസ്റ്റ്. അപ്പൊ നമ്മൾ അവിടെ ഒരു 5 ടെസ്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ 5 ടെസ്റ്റ് ഇങ്ങനെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ എസെൻസ് എന്താണ്, അതിന്റെ ആ ക്യുമുലേറ്റീവ് എഫക്ട് എന്താണെന്നുള്ളത് നോക്കുക. ക്യുമുലേറ്റീവ് എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഹെഡ്സിൽ ഫങ്ഷണലി, അതായത് ഈ എൻറ്റിറ്റി ഫങ്ഷണലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് ഫൈനാൻഷ്യലി ഗവൺമെന്റിന്റെ ഡോമിനേഷനിലാണോ അതിന്റെ കൺട്രോളിലാണോ നോക്കിയാൽ മതി. ഇതാണ് കുറച്ച്, അത് അത്ര റിജിഡ് അല്ല, നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. ഫങ്ഷണലി അവർ ചെയ്യുന്ന ഫങ്ഷൻ, പിന്നെ ഫൈനാൻഷ്യലി ഫൈനാൻഷ്യൽ റിസോഴ്സസ്, അതായത് ഷെയർ ക്യാപിറ്റൽ,
അവരുടെ ഫണ്ടിങ് വരുന്നത് ഗവൺമെന്റിനാണ് നോക്കുക. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ്ലി അവരുടെ മാനേജ്മെന്റ് പോളിസീസിലൊക്കെ ഗവൺമെന്റിന് ഡോമിനൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ഏജൻസി ആക്കി മാറ്റാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 കീ വേർഡ്സ് ഓർക്കണം. ഇത് വെച്ചിട്ട് വേറെ ഡിസിഷൻ വന്നിട്ടുണ്ട്. ഈ പ്രദീപ് കുമാർ ബിശ്വാസ് വെച്ചിട്ട് SCRT സ്റ്റേറ്റ് കൗൺസിൽ സ്റ്റേറ്റ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തത് ഈ കേസ് വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഈ 3 വേർഡ്സ് ഓർക്കണം. ഫൈനാൻഷ്യലി, ഫങ്ഷണലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇഫ് ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ദാറ്റ് ഈസ് ഓക്കെ. എല്ലാ ടെസ്റ്റിന്റെയും ക്യുമുലേറ്റീവ് എഫക്ട് അതാണ്. ഓക്കെ, ഇനി നമ്മൾ ആർട്ടിക്കിൾ 12 പറഞ്ഞപ്പോൾ ആദ്യം സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, പാർലമെന്റ് പറഞ്ഞു, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് പറഞ്ഞു, ലോക്കൽ അതോറിറ്റീസ് പറഞ്ഞു, പിന്നെ പറഞ്ഞത് അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ അതർ അതോറിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിൽ വരുന്നതാണ് ഈ BCCI. ഇതിൽ BCCI ഒരു സ്റ്റേറ്റ് അല്ല എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അതിന് കാരണം എന്താ? നമ്മുടെ ടെസ്റ്റുകളൊന്നും അത് പാസ്സാവുന്നില്ല. ഒന്നാമത് BCCI ഇവിടെ കോർട്ട് പറഞ്ഞ ഇറ്റ് ഹാസ് ഗോട്ട് എ മിയർ റെഗുലേറ്ററി കൺട്രോൾ. ഗവൺമെന്റിന് ഒരു മിയർ റെഗുലേറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽനോട്ടം, ഒരു നിയന്ത്രണം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡീപ്പ് പെർവേസീവ് കൺട്രോൾ ഒന്നും ഗവൺമെന്റിന് ഇല്ല. നിയന്ത്രിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മേൽനോട്ടത്തിനുള്ള കൺട്രോളും അത് പോരാന്നാണ് ഗവൺമെന്റ് കോർട്ട് പറഞ്ഞത്. മിയർ regulatory control whether under the statute or otherwise did not make a body state. ഒരു മിയർ റെഗുലേറ്ററി കൺട്രോൾ പോരാ. ഈ വേർഡ് ഓർക്കണം. മിയർ റെഗുലേറ്ററി കൺട്രോൾ പോരാ. എന്താ വേണ്ടത്? ഫങ്ഷണലി, ഫൈനാൻഷ്യലി, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വേണം. അതില്ല. ഒരു മിയർ റെഗുലേറ്ററി കൺട്രോൾ ആണെങ്കിൽ അതിന് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. Court found that board was not the creation of any statute. അത് ഏറ്റവും വലിയ പോയിന്റ്. It has not been created by any statute. The government has no financial control. അവർക്ക് ഫൈനാൻഷ്യൽ കൺട്രോളും ഇല്ല. പിന്നെ ദ സ്റ്റേറ്റ് ഒരു മൊണോപ്പൊളി സ്റ്റാറ്റസും കൊടുത്തിട്ടില്ല ഈ ബോർഡ് ഓഫ് ക്രിക്കറ്റിന് ഇൻ ദ കൺട്രി. ദ സ്റ്റേറ്റ് കൺഫർ ചെയ്തിട്ടില്ല. ഓക്കെ, കോർട്ട് ഫൗണ്ട് ദാറ്റ് ഗവൺമെന്റ് ഇസ് ഓൺലി റെഗുലേറ്ററി കൺട്രോൾ ആൻഡ് നോട്ട് ആൻ അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ ഫങ്ഷണലി ഇല്ല, ഫൈനാൻഷ്യലി ഇല്ല, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇല്ല. ഒരു മേൽനോട്ടം, ഒരു റെഗുലേറ്ററി കൺട്രോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബോർഡ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്. സോ BCCI ഇസ് നോട്ട് എ സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12. പക്ഷെ ഇത് പാർട്ട് 3 പാർട്ട് 4 എന്നാണല്ലോ ഈ സ്റ്റേറ്റ്. ആദ്യം ഈ സംഭവം മനസ്സിലാക്കണം. പാർട്ട് 3 പാർട്ട് 4 മാത്രമേ ഈ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ഒക്കെ അപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. അപ്പൊ കോർട്ട് പറഞ്ഞു യു ക്യാൻ ഗോ ടു 226 റിലീഫ് എടുക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹൈക്കോർട്ടിൽ പോയിട്ട്. ഓക്കെ, എനിവേ ഇറ്റ് വിൽ നോട്ട് ഫോൾ അണ്ടർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12. ഓക്കെ, ഇനി അടുത്ത കേസ് BCCI കഴിഞ്ഞു. BCCI ഇസ് നോട്ട് എ സ്റ്റേറ്റ്. ഇനി ഇതില് ശ്രീകാന്ത് വേഴ്സസ് വസന്ത് റാവു 2006 ആയി. ശ്രീകാന്ത് വേഴ്സസ് വസന്ത് റാവുവിൽ പറഞ്ഞത്, ഇതിൽ മെയിൻ ആയിട്ട് ഇത്രയും സംഭവം ഓർത്താൽ മതി. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എല്ലാറ്റിനെയും ഒന്നാക്കി അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ആണ്, അതർ അതോറിറ്റീസ് സ്റ്റേറ്റ് ആണ്, അതായത് ഏജൻസീസ്, ഇൻസ്ട്രുമെന്റാലിറ്റീസ് എല്ലാം ഇപ്പൊ സ്റ്റേറ്റ് ആയി. പക്ഷേ ദിസ് ഈസ് ഓൺലി ഫോർ പാർട്ട് 3 ആൻഡ് പാർട്ട് 4. കോൺസ്റ്റിറ്റ്യൂഷന്റെ വേറെ ഒരു ഭാഗത്തും അല്ലെങ്കിൽ വേറെ എവിടെയും ഈ ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇഷ്യൂ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാസ്റ്റ് ബുള്ളറ്റില് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. അതില് സെക്ഷൻ 9A പർപ്പസിന് ഒരു കോർപ്പറേഷൻ ഓർ സ്റ്റേറ്റ് ഇൻസ്ട്രുമെന്റാലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ആകുമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താ, എനി ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി വിൽ ഫോൾ അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ഇത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 9A പർപ്പസിന് കോർപ്പറേഷൻ ഓർ അതർ സ്റ്റേറ്റ്സ് ഇൻസ്ട്രുമെന്റാലിറ്റീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആകുമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. കോർട്ട് പറഞ്ഞു അതൊന്നും പറ്റില്ല. കാരണം ഈ സ്റ്റേറ്റിന്റെ ഡെഫിനേഷനും ഈ ഏജൻസിയും ഇൻസ്ട്രുമെന്റാലിറ്റിയും ഒക്കെ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Even for other parts of the constitution it is not applicable. Even let alone this representation of people's act. Adana court when considering these findings the court held that the corporation or states instrumentalities are not state government. People's representative act representation of people's act section 9A പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഇതൊന്നും വീടില്ല. ഓക്കെ, അത് ഈ കേസിലാണ് പറഞ്ഞത്, ശ്രീകാന്ത് വേഴ്സസ് വസന്ത് റാവു. അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ്, ദ കോർട്സ് ഇൻ ഇന്ത്യ കണ്ടിന്യൂസ്ലി സേസ് ദാറ്റ് ഇൻസ്ട്രുമെന്റാലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് ഡിഫറെന്റ് ആണ്. പക്ഷേ both may answer the definition of state under Article 12 for the limited purpose of Part 3. Part 3 മാത്രമല്ല, Part 4 ഉണ്ട്.
ഇപ്പൊ ഗവൺമെന്റ് കോർട്ട് പറഞ്ഞ ഇതാണ്, ഇൻസ്ട്രുമെന്റാലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ. പക്ഷെ ഇത് രണ്ടും സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിൽ വീഴും. എന്തില്? അണ്ടർ ആർട്ടിക്കിൾ 12 മാത്രം. പക്ഷെ ആർട്ടിക്കിൾ 12 പാർട്ട് 3 മാത്രമേ പ്രസക്തിയുള്ളൂ. അത് നിങ്ങൾ ആ ആർട്ടിക്കിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ പാർട്ട് 3ക്കും പാർട്ട് 4നും മാത്രമാണ് ആ സ്റ്റേറ്റ്. അപ്പൊ ഈ ഏജൻസി ഇൻസ്ട്രുമെന്റാലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അതെ, ബട്ട് ഓൺലി ഫോർ പാർട്ട് 3 ആൻഡ് പാർട്ട് 4. വേറെ ഒരു ഇതിനും അത് രണ്ടും ഒന്നല്ല. The Supreme Court in this case said that the very inclusive definition of the state, അപ്പം ആർട്ടിക്കിൾ 12 പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. By referring to Government of India, the government of each of the states and local and other authorities made it clear that a state government and a local are different, and they fall under the common definition only for the purpose of part 3. Part 3 ക്ക് മാത്രമേ ഇതെല്ലാം കൂടെ ഒന്നാവുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. The court refused to apply the enlarged definition of state given in part 3 and part 4 for interpreting the word state or state government occurring in. ബാക്കിയുള്ള പാർട്സിനൊന്നും ഈ ഡെഫിനേഷൻ എടുക്കരുത്. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഏജൻസിനെയും ഇൻസ്ട്രുമെന്റാലിറ്റിനെയും ഒന്നും കൊണ്ടുവരരുത്. ഏജൻസി ഇൻസ്ട്രുമെന്റാലിറ്റി ഒക്കെ സ്റ്റേറ്റ് ആവുന്നത് പാർട്ട് 3ലും പാർട്ട് 4ലും മാത്രമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശ്രീകാന്ത് വേഴ്സസ് വസന്തറാവു കേസിലാണ് ഇത് വന്നത്. ഓക്കെ, but the court continued, the state government in its ordinary sense does not encompass in its fold either local or state. State government എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ അതോറിറ്റിയും ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് വഴി ക്രിയേറ്റ് ചെയ്ത എൻറ്റിറ്റി ഒന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ആവില്ല. അത് പാർട്ട് 3 പാർട്ട് 4 മാത്രമേ ആവുള്ളൂ. ഏതോ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ആവില്ല. അത് ആവണമെന്നുണ്ടെങ്കിൽ ഇത് പാർട്ട് 3ലേക്ക് വരണം. അത് ഏജൻസി ഇൻസ്ട്രുമെന്റാലിറ്റി ഒക്കെ വരുന്നത് പാർട്ട് 3 പാർട്ട് 4 മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രദീപ് കുമാറിന്റെ ഒരു കേസ് പറഞ്ഞു. ഇവിടെ കണ്ടോ, പ്രദീപ് കുമാർ ബിശ്വാസ്. ഇതിന്റെ അകത്ത് പറഞ്ഞു അജയ് ഹാസ്യയിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എ റിജിഡ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, ഫങ്ഷണലി ഫൈനാൻഷ്യലി അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡോമിനേറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ആ കേസ് ആ പ്രസിഡന്റ് ഇവിടെ അവർ ഉപയോഗിച്ചു. SCERT, അതായത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഇതൊരു സ്റ്റേറ്റ് ആണോ എന്നാണ് ഈ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി വേഴ്സസ് VK സോഡിയിൽ വന്ന ഇഷ്യൂ. SCERT സ്റ്റേറ്റ് ആണോ, വെദർ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓർ നോട്ട്. അപ്പൊ ഇവിടെ സുപ്രീം കോർട്ട് നോക്കിയപ്പോൾ ഇറ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇതിൽ ഗവൺമെന്റൽ ഇന്റർഫറൻസ് ഇല്ല. മാത്രമല്ല ഇറ്റ് ഈസ് നോട്ട് ഫൈനാൻഷ്യലി, ഫങ്ഷണലി ഓർ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇൻ ദ വർക്കിംഗ്. അതില് ഗവൺമെന്റൽ ഇന്റർഫറൻസ് ഇല്ലാന്ന് മാത്രമല്ല, അവർക്ക് കൺട്രോളും ഇല്ല. ഗവൺമെന്റിന് ഫൈനാൻഷ്യലി, ഫങ്ഷണലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഒരു കൺട്രോളും ഇല്ല ഈ സ്റ്റേറ്റ് കൗൺസിലിന്റെ മുകളിൽ. അപ്പൊ അത് ഒരിക്കലും അത് സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിൽ വീഴില്ല. ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേറ്റ്. അപ്പൊ SCERT ഇസ് നോട്ട് എ സ്റ്റേറ്റ്. അത് പ്രദീപ് കുമാർ ബിശ്വാസിലെ പ്രസിഡന്റ് എടുത്തിട്ടാണ് അത് ഫോളോ ചെയ്തു ഇവിടെ. ഓക്കെ, നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് വരെയാണ്. ഇനി ജുഡീഷ്യറി സ്റ്റേറ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പഴയ കേസ് എടുക്കാം. 1967 നരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. നരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയില് ഒരു ഹൈക്കോടതി അതിന്റെ കോമ്പീറ്റന്റ് ജൂറിസ്ഡിക്ഷനിൽ ഒരു ജുഡീഷ്യൽ ഓർഡർ ഇറക്കി. ഹൈക്കോർട്ട് ഈസ് ഫങ്ഷനിങ് വിത്തിൻ ഇറ്റ്സ് കോമ്പീറ്റന്റ് ജൂറിസ്ഡിക്ഷനിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരൊരു ജുഡീഷ്യൽ ഓർഡർ ഇറക്കി. അപ്പോൾ ഒരാള് ആർട്ടിക്കിൾ 32 വഴി സുപ്രീം കോർട്ടിൽ പോയിട്ട് പറഞ്ഞു, അയാൾ റിട്ട് അണ്ടർ ആർട്ടിക്കിൾ 32 പറഞ്ഞു, ഈ ജുഡീഷ്യൽ ഓർഡർ ഉണ്ടല്ലോ, ഹൈക്കോടതി അതിന്റെ കോമ്പീറ്റന്റ് ജൂറിസ്ഡിക്ഷനിൽ പാസ്സാക്കിയ ആ ജുഡീഷ്യൽ ഓർഡറെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് സുപ്രീം കോർട്ടിനെ മൂവ് ചെയ്തു. റിട്ട് അണ്ടർ ആർട്ടിക്കിൾ 32, നരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ കോർട്ട് എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുഡീഷ്യറി when it is performing judicial functions, അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി ഇരുന്നിട്ട് ജഡ്ജ്മെന്റ് എഴുതുകയാണ്. ആ ജഡ്ജ്മെന്റ് എഴുതുന്ന സമയത്ത് അയാൾ he will not fall under the expression state within the meaning of article 12. അയാൾ ഒരിക്കലും ഈ സ്റ്റേറ്റ് എന്നുള്ള എക്സ്പ്രഷൻ വിത്തിൻ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 12 കവർ ചെയ്യാൻ പറ്റില്ല. കവർ ചെയ്താലല്ലേ അയാൾക്കെതിരെ ആർട്ടിക്കിൾ 32 മൂവ് ചെയ്ത് അയാൾ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി വിധി എഴുതി, അയാൾ കോമ്പീറ്റന്റ് ജൂറിസ്ഡിക്ഷനിലാണ് എഴുതുമ്പോൾ ആ വിധി എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് സുപ്രീം കോർട്ട് പോകണമെങ്കിൽ ജുഡീഷ്യറി സ്റ്റേറ്റ് ആണോ? ഈ കേസിൽ കോടതി പറഞ്ഞു ജുഡീഷ്യറി സ്റ്റേറ്റ് അല്ല. എപ്പോ സ്റ്റേറ്റ് അല്ല? when he is performing judicial functions. ഒരു ജഡ്ജ്മെന്റ് എഴുതുന്ന സമയത്ത് he is performing a judicial function. ആ സമയത്ത് അയാള് ഈ ജുഡീഷ്യറി ഒരു സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിൽ ഫോളോ ചെയ്യില്ല.
അപ്പൊ പിന്നെ ഡെഫിനേഷൻ ഫോളോ ചെയ്യില്ലെങ്കിൽ പിന്നെ അതിന് ആർട്ടിക്കിൾ 32 മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റിന്റെ അഗേൻസ്റ്റ് ആണല്ലോ ഈ ആർട്ടിക്കിൾ 32 മൂവ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കേസ്, ഈ ജഡ്ജ്മെന്റിൽ ഈ കോർട്ട് പറഞ്ഞു ജഡ്ജിമാർക്ക് രണ്ട് തരത്തിലുള്ള പെർഫോമൻസ് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് പെർഫോം ചെയ്യും. അതാണ് റൂൾ മേക്കിംഗ് പവർ. ഒരു ജഡ്ജി ഇരുന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അയാൾ സ്റ്റേറ്റ് ആവും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അയാൾ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 32 വഴി സുപ്രീം കോർട്ട് മൂവ് ചെയ്യാം. പക്ഷെ അയാൾ ഒരു ജുഡീഷ്യൽ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അയാൾ സ്റ്റേറ്റ് ആവില്ല എന്ന് ഈ കേസിൽ പറഞ്ഞു 1967. പക്ഷെ ഇതിനെ ഓവർ റൂൾ ചെയ്തു 1988 AR അൻതുലെ വേഴ്സസ് RS നായിക്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് 7 ജഡ്ജ് ബെഞ്ചാണ്. 7 ജഡ്ജ് ബെഞ്ച് പറഞ്ഞു, അപ്പൊ മറ്റേനെ ഓവർ റൂൾ ചെയ്തു. ഓവർ റൂൾ ചെയ്തിട്ട് പറഞ്ഞു ദ കോർട്ട് കനോട്ട് പാസ് ആൻ ഓർഡർ. ഒരു ഓർഡർ പാസ് ചെയ്യാനോ ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാനോ പറ്റില്ല. ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന, ഒരു സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ കോടതിക്ക് ഒരു ഓർഡർ പാസ് ചെയ്യാനോ ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാനോ പറ്റില്ല, ഈവൺ ഇൻ ദേ ആർ പെർഫോമിംഗ് ജുഡീഷ്യൽ ഫങ്ഷൻസ്. അപ്പൊ എന്ത് പറ്റി? The expression state as defined in Article 12 of the Constitution includes judiciary also. അപ്പൊ 1967 പ്രസിഡന്റ് പോയി. അപ്പം രണ്ടും എഴുതണം. 1967 ജുഡീഷ്യറി അല്ലാതെ റൂൾ മേക്കിംഗ് പവർ ആണെങ്കിൽ സ്റ്റേറ്റ് ആണ്, റൂൾ മേക്കിംഗ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് ആണ്, ജുഡീഷ്യൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് അല്ല. പക്ഷെ 1988 AR അൻതുലെ അത് ഓവർ റൂൾ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ജുഡീഷ്യൽ കോടതിക്ക് ഒരിക്കലും ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓർഡർ പാസ്സാക്കാൻ പറ്റും. ജുഡീഷ്യൽ സോ ഇറ്റ് വിൽ ഫോൾ അണ്ടർ definition of, it will fall under the expression state no matter whichever function they are performing. ഇനി 2011 ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള രാംഡിയോ വേഴ്സസ് മണികാന്തിൽ പറഞ്ഞത് അവര് റെഫർ ചെയ്തു ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല ഹേബിയസ് കോർപ്പസ് കേസ്. അറസ്റ്റും കുറെ പേര് പിടിച്ച് അറസ്റ്റ് ചെയ്ത് എമർജൻസി സമയത്ത് ജയിലിലിട്ടല്ലോ. ജയിലിൽ ഒരു കൺവിക്ഷനും ഇല്ല, ട്രയലും ഇല്ലാതെ കുറെ പേരെ പിടിച്ച് ജയിലിലിട്ടു. അപ്പം ഈ 4 ജഡ്ജ് ബെഞ്ച് അവരൊരു വിധി, അവരെ സപ്പോർട്ട് ചെയ്ത് വിധി എഴുതി. ഈ ഡിസിഷനെ സുപ്രീം കോർട്ട് പിന്നെ 2011 റെഫർ ചെയ്തിട്ട് പറഞ്ഞു even the apex court held that even a judgment of the court might violate the fundamental rights. അത് ആക്ച്വലി ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അന്ന് ചെയ്തത്. ADM ജബൽപൂരിൽ കോടതി ആ വിധി എഴുതിയത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് ആ ഡിസിഷനെ ചൂണ്ടിക്കാണിച്ച് 2011 രാംഡിയോ വേഴ്സസ് മണികാന്തിൽ അതേ സുപ്രീം കോർട്ട് പറഞ്ഞു. സുപ്രീം കോർട്ട് അപ്പൊ അതിനെ തന്നെ തിരുത്തി. അന്ന് സുപ്രീം കോർട്ട് ചെയ്ത് തെറ്റായിരുന്നു എന്ന് സുപ്രീം കോർട്ട് 2011 പറഞ്ഞു. എൻടെയിലിംഗ് എ ചാലഞ്ച് അണ്ടർ ആർട്ടിക്കിൾ 32. അപ്പൊ വേണമെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ, ഒരു ജഡ്ജ്മെന്റിനെ, സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് വയലേറ്റ് ചെയ്യാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റിന് അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 32 വഴി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇപ്പൊ നമ്മളിത് 3 കേസസ് പറഞ്ഞു. ഇനി 2 എമിനന്റ് ജൂറിസ്റ്റിന്റെ കാര്യം പറയാം. HM സിർവായ് ഇസ് എ ജൂറിസ്റ്റ്. അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓഫ് ഇന്ത്യ എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ജഡ്ജ് ആക്ടിങ് ആസ് എ ജഡ്ജ് ഈ സബ്ജക്ട് ടു ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. ജഡ്ജാന്ന് വിചാരിച്ചിട്ട് അവരെ വെറുതെ വിടാനൊന്നും പറ്റില്ല. ഒരു ജഡ്ജായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ റിട്ട് ജൂറിസ്ഡിക്ഷന്റെ സുപ്രീം കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ അയാൾ ഫോളോ ചെയ്യും. അതായത് അയാൾക്ക് അതുകൊണ്ട് ജുഡീഷ്യറി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അയാൾക്ക് അതിന്റെ മുകളിൽ കയറിയിരുന്ന ആരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉത്തരവിടാനോ ഡയറക്ഷൻ പാസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ജഡ്ജായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ അയാൾ സുപ്രീം കോർട്ടിന്റെ റിട്ട് ജൂറിസ്ഡിക്ഷനിൽ ഫോളോ ചെയ്യും. ഇത് ഈ സബ്ജക്ട് ടു ദാറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു. അതായത് ജുഡീഷ്യറി ഹാസ് ടു ഫോളോ അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇനി DD ബസ് പറഞ്ഞത് കോർട്ടിന് മാത്രം എന്തിനകത്തൊരു പ്രത്യേകത കൊടുക്കുന്നത്, ജസ്റ്റ് ലൈക്ക് എനി അതർ ഓർഗൻ ഓഫ് ദ സ്റ്റേറ്റ്, ലെജിസ്ലേച്ചർ ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ മാൻഡേറ്ററി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില നിർബന്ധമായിട്ടുള്ള കുറെ പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് കോർട്ടിനെയും ലിമിറ്റ് ചെയ്യണം, കോർട്ടിനെയും ബാധകമാക്കണം. And they can hardly be allowed to override the fundamental rights. കോടതിയെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൂടാ. അണ്ടർ ദ ഷീൽഡ് ദാറ്റ്, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അവരുടെ ജൂറിസ്ഡിക്ഷന്റെ ഉള്ളിൽ നിന്നാണ്, അവരുടെ അധികാര പരിധിയിൽ നിന്നാണ് ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു എറോണിയസ് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇല്ലെങ്കിൽ ജഡ്ജിമാർ വിധി എഴുതില്ലല്ലോ പേടിച്ചിട്ട്. അതുകൊണ്ട് അവർ എഴുതുന്ന ഒരു ജഡ്ജ്മെന്റ് തെറ്റാണെങ്കിലും
ഒരു തെറ്റുണ്ടാക്കാനുള്ള ഒരു അവകാശം ആ ജഡ്ജിമാർക്ക് ഓൾറെഡി ഉണ്ട്. ഇല്ലെങ്കിൽ ആരും ജഡ്ജ്മെന്റ് എഴുതാൻ പേടിക്കും, തെറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തെറ്റാണെങ്കിൽ ഓക്കെ, ഹയർ കോർട്ടിൽ പോവുക, ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് തെറ്റാണെങ്കിൽ സുപ്രീം കോർട്ടിൽ പോവുക, ജില്ലാ കോടതിയിലെ ജില്ലാ ജഡ്ജി പറഞ്ഞത് തെറ്റാണെങ്കിൽ ഹൈക്കോടതി പോവുക. അല്ലെങ്കിൽ ആരും ജഡ്ജ്മെന്റ് എഴുതില്ല. അപ്പൊ അവർക്ക് ഒരു എറോണിയസ് ഡിസിഷൻ ഉണ്ടാക്കാനുള്ള റൈറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡഡ് ദേ ആർ വിത്തിൻ ദർ ജൂറിസ്ഡിക്ഷൻ. അതൊരു കവചമാക്കി എടുത്ത്, അതൊരു ഷീൽഡ് ആക്കി എടുത്ത് ബാക്കിയുള്ളവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഓവർ റൈഡ് ചെയ്യാനൊന്നും കോടതി അനുവദിച്ചുകൂടാന്ന് DT ബസു പറഞ്ഞു. അതുകൊണ്ട് കോടതിയെ ഇത് അപ്ലിക്കബിൾ ആക്കണം, എന്ത് മാൻഡേറ്ററി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ജുഡീഷ്യറി കൂടെ, കോർട്ട് കൂടെ ഇതിന്റെ അണ്ടറിൽ വരും. ഓക്കെ, ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. NCRWC, അതായത് നാഷണൽ കമ്മീഷൻ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് എനിക്ക് തോന്നുന്നു വാജ്പേയി ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു കമ്മീഷൻ, വെങ്കടചലയ്യ ആയിരുന്നു, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഈ കമ്മീഷൻ ഹെഡ് ചെയ്തത്. അവർ പറഞ്ഞ ഈ കമ്മീഷൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 12 ആണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ആ കമ്മീഷൻ പറഞ്ഞു ഈ ആർട്ടിക്കിൾ 12 താഴെ ഒരു എക്സ്പ്ലനേഷൻ എഴുതി ചേർക്കണം. എന്താണ് എഴുതേണ്ടത്? ഇൻ ദിസ് ആർട്ടിക്കിൾ 12 the expression other authorities, quote unquote, other authorities shall include any person in relation to such of its functions which are of public nature. ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ അകത്ത് എഴുതി ചേർക്കണം. പബ്ലിക് നേച്ചർ ഉള്ള ഫങ്ഷൻ ചെയ്യുന്ന ഏതൊരു പേഴ്സണും, അത് നാച്ചുറലോ ജൂറിഡിക്കലോ എന്താണെങ്കിൽ, ഷാൽ ഇൻക്ലൂഡ് എനി പേഴ്സൺ, അത് ഈ അതർ അതോറിറ്റീസിന്റെ എക്സ്പ്രഷനിൽ ഫോളോ ചെയ്യണം എന്നുള്ളത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഈ NCRWCയിലെ കമ്മീഷൻ ഒരു സജഷൻ കൊടുത്തു. പക്ഷെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഇനി അടുത്ത ഒരു കാര്യം, പണ്ട് വെൽഫെയർ സ്റ്റേറ്റ് ചെയ്തിരുന്ന, നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണല്ലോ DPSP വഴി പറയുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് ചെയ്തിരുന്ന പല ട്രഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസും ഇപ്പൊ ചെയ്യുന്നത് പ്രൈവറ്റ് എൻറ്റിറ്റീസും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഒക്കെയാണ്. പ്രൈവറ്റുകാരാണ് ഇത് പല ജോലികളും ചെയ്യുന്നത്. അപ്പം ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താലോ? അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് എംപ്ലോയർ ഒരു LGBT-യിലുള്ള ഒരു വ്യക്തിയുടെ ഒരു എംപ്ലോയർ അവരെ ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, ഒരു LGBT കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ, ഒരു പ്രൈവറ്റ് എംപ്ലോയർ, ഓൺ എനി അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൗണ്ട്. അപ്പം ഈ അതർ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു റോങ് ലോ ആയി മാറും. കാരണം പണ്ട് വെൽഫെയർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ പ്രൈവറ്റ് എൻറ്റിറ്റീസും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് പണ്ട് വെൽഫെയർ സ്റ്റേറ്റ് ചെയ്തിരുന്ന ഇപ്പൊ ചെയ്യുന്നു. പക്ഷെ അപ്പോൾ ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് LGBT കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 അതർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റോങ് ലോ ആയി മാറും. അതുകൊണ്ട് ദ ഇൻഡിവിജ്വൽ ഷുഡ് ബി എംപവേർഡ്. അതുകൊണ്ട് ആൾക്കാരെ എംപവർ ചെയ്യണം, അവർക്ക് അധികാരം, അവർക്ക് ആ പവർ കൊടുക്കണം. എന്തിന്? ടു എൻഫോഴ്സ് ദർ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഓൾസോ. പ്രൈവറ്റ് എൻറ്റിറ്റീസിന് കൂടെ ഇതിനുള്ള പവർ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു. കാരണം അതൊരു പിന്നെ ഇപ്പൊ ശരിക്കും പ്രൈവറ്റ് എൻറ്റിറ്റീസും കുറെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു SRM യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൈവറ്റ് എൻറ്റിറ്റി, ഇതൊരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെയൊക്കെ സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിർത്തുകയാണ് ഇത്. അപ്പം ടോട്ടൽ നമ്മൾ എത്ര കേസ് പറഞ്ഞു? ഇത്ര എഴുതിയാൽ മതി 12.5 മാർക്സിന്. ഓക്കെ, അപ്പൊ ഞാൻ സമ്മറൈസ് ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുക, ആർട്ടിക്കിൾ 12 എന്താണെന്ന് എഴുതുക. ആർട്ടിക്കിൾ 12 ലോക്കൽ അതോറിറ്റീസ് ജനറൽ ക്ലോസ് 331 എഴുതുക. പിന്നെ അതർ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായി, ഷോർട്ടായിട്ട് പറയാം. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് വേഴ്സസ് ശാന്താബായി, പ്രിൻസിപ്പിൾ ഓഫ് ഇജുസ്റ്റം ജനറിസ്, യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് അല്ല. ഉജ്ജംബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP, പ്രിൻസിപ്പിൾ ഓഫ് ഇജുസ്റ്റം ജനറിസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എക്സ്പാൻഡ് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനോ സ്റ്റാറ്റ്യൂട്ടോ വഴി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പവർ കൺഫർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഗവൺമെന്റൽ ഫംഗ്ഷൻ ചെയ്യണമെന്നില്ല, സോവറിൻ ഫംഗ്ഷൻ ചെയ്യണമെന്നില്ല, ട്രേഡ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഉമേഷ് വേഴ്സസ് VN സിംഗില് പറഞ്ഞു, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിയമം പ്രസിഡന്റ് വന്നതോടുകൂടി യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് പ്രസിഡന്റ് പോയി, അതുകൊണ്ട് പട്ന യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ആണ്. സുഖദേവ് സിംഗ് വേഴ്സസ് ഭഗത് റാമിലാണ് ജസ്റ്റിസ് മാത്യുവിന്റെ കോർപ്പറേഷൻ ONGC LIC ഒരു ബോഡി കോർപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ട് വഴി ക്രിയേറ്റ് ചെയ്ത ഒരു കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണോ അല്ലയോ, അതിൽ ഈ ജസ്റ്റിസ് മാത്യു ആ 3 കണ്ടീഷൻസ് പറഞ്ഞു. ആ 3 കണ്ടീഷൻസ് ആണ് പിന്നീട് RD ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയിൽ ഫർദർ എക്സ്പാൻഡ് ചെയ്ത് 5 ടെസ്റ്റ് ആക്കിയത്. ആ 5 ടെസ്റ്റ്, അതായത് പെർവേസീവ് ഗവൺമെന്റൽ കൺട്രോൾ, പിന്നെ ഫൈനാൻഷ്യൽ കൺട്രോൾ, പിന്നെ അവരുടെ പബ്ലിക് ഫംഗ്ഷൻ ആണോ, ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ചെയ്തതാണോ,
പിന്നെ മൊണോപ്പൊളി ഉണ്ടോ, ഈ 5 ടെസ്റ്റ് എഴുതുക. സോം പ്രകാശ് ബേദിയിലും അതേ ടെസ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്തത്. പക്ഷെ അവിടെ അത് കോർപ്പറേഷൻ കമ്പനിയായി മാറി. BPCL ഒരു കമ്പനീസ് ആക്ടിന് അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, ഒരു കോർപ്പറേഷൻ കമ്പനി സ്റ്റേറ്റ് ആണോ എന്നുള്ളത്, അത് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അജയ് ഹാസിയൽ എന്ത് പറ്റി? അജയ് ഹാസിയൽ സൊസൈറ്റി വന്നു. ആദ്യം സ്റ്റാറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്തതായിരുന്നു, പിന്നെ കമ്പനീസ് ആക്ട് ആയി, ഇപ്പൊ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത സൊസൈറ്റിക്കും വേണമെങ്കിൽ സ്റ്റേറ്റ് ആവാം, പ്രൊവൈഡഡ് ഇതെല്ലാം ഏജൻസി ഓർ ഇൻസ്ട്രുമെന്റാലിറ്റി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കണം. പിന്നെ പ്രൈവറ്റ് കമ്പനീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, 3 കേസ് പറഞ്ഞു, IMC, മെത്തഡയും മറ്റേ 2 കേസസ് പറഞ്ഞു. ആ കേസസ് എഴുതുക. പിന്നെ ഇനി അതർ അതോറിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതാണ് BCCI. BCCI സ്റ്റേറ്റ് അല്ല, കാരണം ഗവൺമെന്റിന് അതിൻ്റെ മുകളിൽ അങ്ങനെ വലിയ റെഗുലേറ്ററി കൺട്രോൾ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഡെപ്ത്, അവർക്ക് ഡീപ്പ് ആൻഡ് പെർവേസീവ് കൺട്രോൾ ഒന്നും ഇല്ല, മാനേജ്മെന്റ് മുകളിൽ കൺട്രോൾ ഇല്ല. പിന്നെ ശ്രീകാന്ത് വേഴ്സസ് വസന്ത് റാവുവിൽ പറഞ്ഞു, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റീസും ഏജൻസീസും ഇൻസ്ട്രുമെന്റാലിറ്റീസും ഒന്നും അല്ല. ഈ ഏജൻസിയും ഇൻസ്ട്രുമെന്റാലിറ്റീസും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയി മാറുന്നത് വിത്തിൻ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 മാത്രമാണ് എന്നുള്ളത് പറഞ്ഞത് ശ്രീകാന്ത് വേഴ്സസ് വസന്ത് റാവുലാണ്. അതുകൊണ്ട് പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിലെ സെക്ഷൻ 9A വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഈ ഏജൻസിയും ഇൻസ്ട്രുമെന്റാലിറ്റീസും ഒന്നും വരില്ല. ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി വേഴ്സസ് VK സോണി, ഇതിലെന്തായിരുന്നു? SCERT. മറ്റേ ആ പ്രദീപ് ബിസ്വാസിന്റെ കേസിൽ പറഞ്ഞില്ലേ 3 കാര്യങ്ങൾ. ആ അജയ് ഹാസ്യ അത്ര റിജിഡ് അല്ല, അതിനെ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം, ഇത്രയും നോക്കിയാൽ മതി. ഫംഗ്ഷനലി, ഫൈനാൻഷ്യലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻട്രൽ ഗവൺമെന്റ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് ആ പ്രദീപ് ബിസ്വാസിന്റെ കേസ് എഴുതണം. കാരണം അത് അജയ് ഹാസ്യ വേഴ്സസ് ഖാലിദ് മുജീബിലെ അത്രയും റിജിഡ് ആക്കണ്ടെന്ന് പറഞ്ഞ കേസാണ് ആ പ്രദീപ് ബിസ്വാസ്. ആ കേസ് എഴുതണം. അപ്പം ഈ SCERT ഇതിൽ വരുന്നില്ല, കാരണം ഗവൺമെന്റിന് കൺട്രോൾ ഇല്ല, അതുകൊണ്ട് SCERT സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ ജുഡീഷ്യറി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 3 കേസ് ലോസ് എഴുതുക. ആദ്യത്തത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ AR അൻതുലയില് ജുഡീഷ്യറി വീണെന്ന് പറഞ്ഞു. പിന്നെ ആ റാംഡിയോ വേഴ്സസ് ആ കേസിൽ പറഞ്ഞു ADM ജബൽപൂരിൽ അതിനെ വരെ ക്രിട്ടിസൈസ് ചെയ്തു. പിന്നെ ആ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് അവരും ജുഡീഷ്യറിയിൽ വരും എന്ന് പറഞ്ഞാൽ അത് എഴുതുക. പിന്നെ നമ്മുടെ കൺക്ലൂഡിങ് പോർഷനിൽ ആ കമ്മീഷന്റെ കാര്യം എഴുതുക. അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യണം എന്നുള്ളത്. ഏത് പബ്ലിക് ഫംഗ്ഷന്റെ നേച്ചറിൽ പബ്ലിക് ഫംഗ്ഷൻ ചെയ്യുന്ന ഏതൊരു പേഴ്സണെയും ഈ അതർ അതോറിറ്റീസിന്റെ ഉള്ളിൽ വീഴ്ത്തണം എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ റെക്കമെൻഡ് ചെയ്തു ഈ കമ്മീഷൻ എന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.